ആദ്യമൊക്കെ വലിയ ധൈര്യമായിരുന്നു മീൻ പിടിക്കാൻ പോകാൻ, പലപ്പോഴും കടലിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഈ പ്രാവശ്യത്തെ പോക്കിത്തിരി വല്ലാതെ ഒരുപാട് ദൂരെ പോയി. സത്യം പറഞ്ഞാൽ മുകളിൽ നോക്കുമ്പോൾ ആകാശം, താഴെ നോക്കുമ്പോൾ വെള്ളം, 4 ഭാഗത്ത്, ഇതല്ലാതെ വേറൊന്നുമില്ല. അൽഹംദുലില്ലാഹ് മനസ്സിലാക്കാൻ പറ്റി. സത്യം പറഞ്ഞാൽ ഇതൊക്കെ പഠിക്കണം. അവരിങ്ങനെ ഈ വലവലിക്കണ സമയത്തും ഇങ്ങനെ കുറേ മനോഹരമായ ബൈത്തുകൾ, മഹാന്മാരുടെ പേരുകളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആ വലവലിക്കുന്നൊരു പാട്ടുണ്ട്. ഏകദേശം നമ്മുടെ കേരളത്തിൽ ഖബറടക്കപ്പെട്ട മഹാന്മാരുടെ പേരുകൾ ഏർവാഴ് ഇങ്ങനെ പറയാറുണ്ട്. മാലിക് ദിനാർ റളിയല്ലാഹു തആല അൻഹു മുതൽ ഏകദേശമുള്ള എല്ലാ മക്കാമുകൾ കിടക്കുന്ന മഹാന്മാരുടെ പേര് പറഞ്ഞുകൊണ്ട് തവസ്സുൽ വല്ലാത്തരുത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു വലവലിപ്പ് മനോഹരമാണ്. അൽഹംദുലില്ലാഹ് സാജിദൊക്കെ കൂടെ വന്നിട്ട് ഒറ്റ കിടത്തയാ, പിന്നെ എഴുന്നേറ്റിട്ടില്ല. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പള്ളിക്കൊക്കെ വേണ്ടി ആ സഹോദരങ്ങൾ അൽഹംദുലില്ലാഹ് സംഭാവന നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അവർക്ക് ആഫിയത്തും ദീർഘായുസ്സും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അപകടങ്ങളെ തൊട്ട് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ കടലിലൊക്കെ പോകുന്നവരുടെ അവസ്ഥ വല്ലാത്ത ഒരു ലോകം. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. അത് പോയി മനസ്സിലാക്കണം. അല്ലാഹുവിൻ്റെ കഴിവുകൾ ചിന്തിക്കണമെങ്കിൽ എങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ അടിമകൾക്ക് റിസ്ക് കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അവിടെ പോകണമെന്നാണ്. ഞാനിങ്ങനെ പോകുമ്പോൾ ഞാൻ ചിന്തിച്ചു പോയി. ഞാൻ തന്നെ എപ്പോഴും ഒരു ക്ലാസ് തവക്കലിനെ കുറിച്ച് ഇവിടെ പ്രസംഗിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസ് പറഞ്ഞു തന്നു. പറവകളെ കുറിച്ച്. പറവകൾ വെറി ഒട്ടിയ വയറുമായി പറന്നു പോകുന്നു, അവസാനം നിറഞ്ഞ വയറുമായി തിരിച്ചു വരുന്നു. അള്ളാഹു അങ്ങനെ റിസ്ക് കൊടുക്കുന്നത് കണ്ടുപഠിക്കാൻ അവിടുന്ന് ഹദീസുകൾ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ആ നടുകടലിൽ ചെല്ലുമ്പോഴും ചില പറവകൾ ഇങ്ങനെ പറന്ന് മത്സ്യം തിന്നുകയാണ്. ഞാനിങ്ങനെ അത്ഭുതത്തോടു കൂടി നോക്കി. അത് പറവകൾ പടച്ചവൻ അതിങ്ങനെ പറന്നു വന്നു. ഇത്രയും ദൂരം, എത്രയോ കിലോമീറ്ററുകൾ, ഇരിക്കാൻ ഒന്നുമില്ലാത്ത ആ കടലിൽ. ചിലതൊക്കെ വെള്ളത്തിൻ്റെ മുകളിൽ വന്നിരിക്കുന്നു. അതിങ്ങനെ പറന്നു വന്നിട്ട് മത്സ്യം അതിൻ്റെ തീറ്റി അതിങ്ങനെ എടുക്കുകയാണ്. അതല്ല മറ്റൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ അള്ളാഹു റിസ്ക് കൊടുക്കുന്ന ഒരു കാര്യം മനസ്സിലാക്കണമെങ്കിൽ നമ്മളിങ്ങനെ ബോട്ടുമായിട്ട് മീൻ പിടിക്കാൻ പോകുന്ന സമയത്ത് ഒരു 10-12 ബോട്ടുകളാണ് ഉള്ളത്. ഓരോരുത്തരിങ്ങനെ നോക്കുമ്പോൾ ചിലർ നോക്കുന്നു, ഒരാൾ പോയതിൻ്റെ പുറകിൽ മറ്റൊരാൾ പോകുമ്പോൾ അദ്ദേഹത്തിനുള്ള റിസ്ക് അള്ളാഹു കൊടുക്കുക. മീൻ അവിടെ കിട്ടുന്നു, മറ്റേ ആൾക്ക് കിട്ടിയിട്ടില്ല. ഓരോ മനുഷ്യനും പടച്ചവനെ നോക്കി നടന്നിട്ട് അള്ളാഹു കാണിച്ചു കൊടുക്കുക. മീനുകളൊക്കെ ഇങ്ങനെ കണ്ടിട്ട് പിടിക്കുക. അതാണ് എല്ലാവർക്കും ഉള്ളത്. അള്ളാഹു ഇങ്ങനെ കൊടുക്കുന്നു ഓരോ ഭാഗങ്ങളിലായിട്ട്. അതാ പടച്ച റബ്ബ് റിസ്ക് അള്ളാഹുവാണ് കൊടുക്കുന്നത്. അള്ളാഹു നമ്മുടെ റിസ്ക്കിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പം ഞാൻ പറഞ്ഞു വന്നത് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്ത കഥ ഏതാണ്? അൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ ഉദ്ദിബതു ഇംറഅത്തുൻ ഫീ ഹിറത്തിൻ സജനത്ഹാ ഹത്താ മാതത് ഫദഖൽത ഫിന്നാർ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്ത ഒരു കഥയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളും സഹോദരിമാരും മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന പടച്ചറപ്പിനെ ഭയന്നുകൊണ്ട് അല്ലാഹുവേ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിച്ചിരുന്ന ഒരു പെണ്ണുണ്ടല്ലോ. ആ പെണ്ണൊരു പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കാതെ, വെള്ളം കൊടുക്കാതെ, പടച്ചവനെ ഭൂമിയിലേക്ക് കടന്നു ചെന്നിട്ട് തനിക്ക് കഴിക്കാനുള്ള ആഹാരങ്ങൾ കഴിക്കാൻ വിടാതെ ഒരു പെണ്ണ് അല്ലാഹുവേ പൂച്ചയെ കെട്ടിയിട്ടതിൻ്റെ പേരിൽ ആ പെണ്ണ് നരകത്തിലേക്ക് കടന്നു പോയെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന നിസ്കരിക്കാത്തതിൻ്റെ പേരിലല്ല, ഖുർആൻ ഓതാത്തതിൻ്റെ പേരിലല്ല, സദഖയും സകാത്തും കൊടുക്കാത്തതിൻ്റെ പേരിലല്ല, റമദാനിൽ നോമ്പ് പിടിക്കാത്തതിൻ്റെ പേരിലല്ല. പടച്ചവനെ ഒരു
ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന പെണ്ണായിരുന്നു, ഒരുപാട് നന്മകൾ ചെയ്യുന്ന പെണ്ണായിരുന്നു. പക്ഷേ തന്റെ വീട്ടിലൊരു പൂച്ചയെ കെട്ടിക്കിട്ട് ഭക്ഷണം കൊടുക്കാതെ അതിനെ പട്ടിണിക്കിട്ടതിന്റെ പേരില് അല്ലാഹു ആ പെണ്ണിന് നരകം കൊടുത്തെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എന്നിട്ട് പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്ന സ്വഹാബാ അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല ബൈന റജുലിൻ ബിത്തരീഖ് ഇസ്തദ്ദ അലൈഹിൽ അത്ശു. റസൂലുള്ളാഹി തങ്ങൾ പറയുന്ന മരുഭൂമിയിലൂടെ നടന്നു വരുന്ന ഒരു ചെറുപ്പക്കാരന് വിശന്നു വലഞ്ഞ് ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ തൊണ്ട മുഴുവനും വറ്റി വരണ്ട കൊണ്ട് അതാ നടന്നു വരുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ. ഒരു കിണർ കാണുമ്പോ പടച്ചവനെ പെട്ടെന്ന് കിണറ്റിന്റെ അകത്തിറങ്ങിയിട്ട് തന്റെ ദാഹം തീർക്കുകയാണ്. ആവശ്യം വയറ് നിറയുന്നത് വരെ വെള്ളം കുടിക്കുകയാണ്. അത് കഴിഞ്ഞ് പടച്ചവനെ കിണറിന്റെ മുകളിലേക്ക് കയറി വരുമ്പോ ദാഹിച്ചിട്ട് വെള്ളം കുടിക്കാറില്ലാതെ ഒരു നായുണ്ടല്ലോ, അതിങ്ങനെ മണ്ണ് കപ്പുകയാണ്. അതിന് ദാഹം കൊണ്ടത് ചെയ്യുകയാണെന്ന് മനസ്സിലായപ്പോ തെറ്റുകൾ ചെയ്ത് നടന്നിരുന്ന ചെറുപ്പക്കാരൻ അല്ലാഹുവേ ഒരുപാട് പാപങ്ങൾ ജീവിതത്തിൽ ചെയ്തവനാണ്. പക്ഷേ ഒരു നായി വെള്ളത്തിന് വേണ്ടി കിടന്ന് പിടയുന്നത് കണ്ടപ്പോ കിണറ്റിന്റെ അകത്തേക്ക് ഇറങ്ങിയിട്ട് താൻ ധരിച്ചിരുന്ന ഷൂസിന്റെ അകത്തൽപ്പം വെള്ളമെടുത്തു കൊണ്ടുവന്ന് ആ നായിക്ക് കുടിക്കാൻ കൊടുത്തപ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുന്നു, ആ നായിക്ക് ആ മനുഷ്യൻ വെള്ളം കൊടുത്തപ്പോ അല്ലാഹു ആ മനുഷ്യന് കൊടുത്ത പ്രതിഫലം എന്തെന്നറിയുമോ? ഫസഖാ ഖൽബാ ഫശകറല്ലാഹു ലഹു ഫഗഫറ ലഹു. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ആ മനുഷ്യന്റെ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു കൊടുക്കുകയാണ്. അല്ലാഹു ആ മനുഷ്യന്റെ പാപങ്ങൾ മുഴുവനും പുറത്തു കൊടുത്തു. അവന് സ്വർഗത്തിന്റെ അവകാശിയാണ്. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച പാലരുവികളും തേനരുവികളും എടുക്കുന്ന പടച്ചറപ്പിന്റെ സ്വർഗമുണ്ടല്ലോ. ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്, അംബിയാ, മുർസലീങ്ങള്, ശുഹദാക്കള്, സഹാബത്ത്, താബീങ്ങള്, തബഉ താബീങ്ങള്, ഇമാമുമാര്, ഔലിയാക്കന്മാര്, സയ്യിദന്മാര്, ഹാഫിളീങ്ങള്, ആലിമീങ്ങള്, പണ്ഡിതന്മാര്, ഹജ്ജ് ചെയ്തവര്, നിസ്കരിച്ചവര്, ഖുർആൻ ഓതിയവര്, ഖുർആൻ പഠിച്ചവര്, അങ്ങനെ അല്ലാഹു ഇഷ്ടപ്പെട്ടവര് കടന്നു പോകുന്ന പടച്ചറപ്പിന്റെ സ്വർഗത്തിലേക്ക് വിശന്ന് വലഞ്ഞ് കിടന്ന ഒരു നായിക്ക് കുടിക്കാൻ വെള്ളം കൊടുത്തപ്പോ ആ മനുഷ്യൻ അല്ലാഹു സ്വർഗം കൊടുത്തെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ സഹാബത്ത് ചോദിക്കുകയാണ്, ഖാലൂ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, വഇന്ന ലനാ ഫിൽ ബഹായിമി ലഅജ്റാ. മുത്തുനബിയോട് ചോദിക്കുകയാണ്, നാൽക്കാലികൾക്ക് മൃഗങ്ങൾക്ക് നന്മ ചെയ്തതിന് പകരം പ്രതിഫലം കിട്ടുമോ? അള്ളാന്റെ റസൂല് പറയുകയാണ്, ഏത് കരളുള്ള ഏത് വസ്തുവിന് നിങ്ങൾ നന്മ ചെയ്താലും നിങ്ങൾക്ക് അതിന് പകരം പ്രതിഫലമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. പ്രവാചകൻ പറഞ്ഞു കൊടുത്ത കഥ ഇതാണ്. അതുകൊണ്ട് എല്ലാ ജീവജാലങ്ങളോടും കരുണ കാണിക്കണം, എല്ലാവരോടും നിങ്ങൾ കരുണ കാണിക്കണം. എന്നിട്ട് പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാ, നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ബൈനമാ റജുലുൻ യംശി ബിത്വരീഖ് വജദ ഹുസ്ന ശൗഖി ഫഅഖദു ഫസകറല്ലാഹു ലഹു ഫഗഫറ ലഹു. സ്വർഗത്തെ കുറിച്ച് പറയുമ്പോ, സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുമ്പോ, സ്വർഗത്തിന്റെ പദവികളെ കുറിച്ച് പറയുമ്പോ എല്ലാവരും ചോദിക്കുന്ന, ഉസ്താദേ സ്വർഗത്തിൽ ഞങ്ങൾക്ക് എങ്ങനെയാ പോകാൻ കഴിയുക? ഒരുപാട് നന്മകൾ ചെയ്തവർക്കല്ലേ പോകാൻ കഴിയൂ? എങ്കിലും മുത്തുനബി പറഞ്ഞു തരികയാണ്, ഒരു മനസ്സിന് സ്വർഗം കൊടുത്തത് എങ്ങനെയെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ പറയുകയാണ്, സ്വർഗത്തിലേക്ക് കടന്നുപോയ ഒരു ചെറുപ്പക്കാരന്റെ ചരിത്രം മുത്തുനബി
നബി പറഞ്ഞു കൊടുക്കുകയാ. ഏത് ചെറുപ്പക്കാരനെന്നറിയുമോ? അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഒരു ചെറുപ്പക്കാരൻ വഴിയിലൂടെ നടന്നു പോകുമ്പോ, ഒരു ചെറുപ്പക്കാരൻ വഴിയിലൂടെ നടന്നു പോകുമ്പോ പടച്ചവനെ, വഴിയിൽ കിടന്ന ജനങ്ങൾക്ക് ഉപദ്രവമുണ്ടാകാൻ സാധ്യതയുള്ള ഒരു കമ്പെടുത്തു മാറ്റിയതിന്റെ പേരില് അല്ലാഹു ആ മനുഷ്യന് സ്വർഗം കൊടുത്തെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്ത സ്വഹാബത്തിനോട് സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ സഹാബികളൊക്കെ ഇങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കുക. പടച്ചോനെ, ഞങ്ങളൊക്കെ എങ്ങനെ ഇതിനകത്ത് പോകാം? ജീവിതത്തിൽ പോകാൻ ഒരു നന്മയും ചെയ്തു വെച്ചിട്ടില്ലല്ലോ. സഹാബത്തിനോട് പറഞ്ഞു കൊടുത്തു. വഴിയിലൂടെ നടന്നു പോയപ്പോ ജനങ്ങൾക്ക് ഉപദ്രവമായി കിടക്കുന്ന ഒരു കമ്പെടുത്ത് മാറ്റിയിട്ടൊരു മനുഷ്യൻ സ്വർഗത്തിൽ പോയി. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇത്ര എളുപ്പമുള്ള കാര്യമാണ്, ഇത്ര സിമ്പിളല്ലേ? നമ്മൾ ചോദിക്കും, ഉസ്താദ് ഇത്രയേ ഉള്ളൂ? ഇൻഷാ അല്ലാഹ് നമ്മൾ പോകും. നമ്മൾ 100 കമ്പെടുത്ത് മാറ്റിയാലും പോകൂല. കാരണം എന്ത്? റോഡിൽ കിടക്കണ 100 കമ്പെടുത്ത് മരം വീണ് കിടന്ന ആ മരം മുറിച്ചാലും നമ്മൾ പോകൂല സ്വർഗത്തിൽ. കാരണം എന്ത്? അത് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോ പിടിച്ച് യൂട്യൂബിലിടും. അതുകൊണ്ടാണ്. അല്ലാഹു കാക്കട്ടെ. നമ്മളിപ്പോൾ റോഡിലൊരു മരം വീണാൽ ആ മരമെടുത്ത് മുറിച്ചു മാറ്റുമ്പോൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും വാട്സപ്പിലും പത്രത്തിലും വരുവോ? എങ്കിൽ മുറിച്ചു മാറ്റും. അങ്ങനെ മുറിച്ചു മാറ്റുന്നവൻ്റെ കാര്യമല്ല പറഞ്ഞത്. അങ്ങനെ മുറിച്ചു മാറ്റാൻ എല്ലാവരും ഉണ്ട്, അങ്ങനെ ചെയ്യാൻ എല്ലാവരും ഉണ്ട്. പടച്ചവനെ, പുല്ലില്ലാത്ത സ്ഥലത്ത് കൊണ്ട് ചെടി നടുക, വലിച്ചു പറിച്ച് കളയുക. കാടില്ലാത്ത സ്ഥലത്ത്, വേസ്റ്റ് ഇല്ലാത്ത സ്ഥലത്ത് വേസ്റ്റ് കൊണ്ടുവന്ന് ഇട്ടിട്ട് വാരുക. യൂട്യൂബിലൊക്കെ കയറിയ പല വീഡിയോകളും കാണാം. ഈ അടുത്ത് കൃഷി എന്താ ഒരു ദിനം വന്നില്ലേപ്പാ, ചെടി നടുന്നതിൻ്റെ ഒരാൾ മരം നടന്നു, ഫോട്ടോ എടുക്കുന്നത്, വലിച്ചു പറിച്ച് കളയുന്നത്. 2 കൊണ്ടുവന്ന് വേസ്റ്റ് കൊണ്ടുവന്ന് തട്ടിയിട്ട് വൃത്തിയാക്കുന്നു. വീഡിയോ ലൈവ് പോയത് അറിഞ്ഞില്ല പാവപ്പെട്ടവർ. അതാ മനസ്സിലാക്കേണ്ടത്. പലരും എന്തിന്? നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ ആലോചിക്കുക, പല വീഡിയോകളും നമ്മൾ കണ്ടതാ. ഇതൊക്കെയാണ് ഇന്നത്തെ അവസ്ഥ. അപ്പം നമ്മൾ ചിന്തിക്കണം, നമ്മൾ റോഡിൽ കിടക്കണ എന്ത് കണ്ടാലും എടുത്ത് ഒരാളിപ്പോൾ തന്നെ ഇപ്പം നോക്കിക്കേ, പല വീഡിയോകൾ കാണാം. കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരാളുടെ കൈ പിടിച്ചുകൊണ്ട് പോയാലും ഇങ്ങനെ പലതും. ഇതൊക്കെ അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇതാരും കാണണില്ല നീ കമ്പെടുത്ത് മാറ്റണത്. റോഡിൽ കിടക്കുന്ന ഒരു കല്ലെടുത്ത് മാറ്റുന്നത് ആരും കാണുന്നില്ല. അള്ളാഹുവിൻ്റെ തൃപ്തി കരുതിയിട്ടാണ് നീ ചെയ്യേണ്ടത്. ഫോട്ടോയുമില്ല, വാട്സപ്പുമില്ല, ഫേസ്ബുക്കുമില്ല, ഒന്നുമില്ല. അങ്ങനെ ചെയ്യുമ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അങ്ങനെ ചെയ്യുമ്പോഴാണ് അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കുക. അപ്പോഴാണ് സ്വർഗത്തിൽ പോകുക. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. നിങ്ങളെയൊന്നും പറഞ്ഞില്ല, നിങ്ങളൊക്കെ ഫോട്ടോ എടുക്കേണ്ട ആൾക്കാരാണ്. കാരണം പഞ്ചായത്തിൻ്റെ ആൾക്കാരായതുകൊണ്ട് കേട്ടാ. ഇൻഷാ അല്ലാഹ്. ഇപ്പോഴോ JCB ഒക്കെ കൊണ്ടുവന്നിട്ട് പള്ളിയുടെ ഫ്രണ്ടൊക്കെ ഒന്ന് വൃത്തിയാക്കി. എന്താ ക്ലിയർ? മരമൊക്കെ മുറിക്കാറായോ? ഇൻഷാ അല്ലാഹ്. അത്ത ഒരുപാട് നല്ല കാര്യം ചെയ്തിട്ട് പോയി. ടെൻഷൻ അടിച്ചിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ദുആ ചെയ്താൽ നിങ്ങൾക്ക് നല്ലതുപോലെ പോകാം. അള്ളാഹു ഭാഗ്യം കൊടുക്കട്ടെ. നമ്മളങ്ങനല്ല. നിങ്ങൾ ചിന്തിക്കുക, സമയത്തെങ്കിൽ പറയാൻ പറ്റുമോ? ഈ പായിപ്പാട് പള്ളിയിൽ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇത്രയും പേര് കൂടി പറയാൻ പറ്റുമോ? അത് തന്നെ, അതാണ് മറ്റുള്ളവർക്ക് പോലും അസൂയ തോന്നുന്ന രീതിയിൽ ആളുകൂടിയില്ലേ. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും നന്മയാകാം. അതുകൊണ്ട് അത്തായ്ക്ക് അങ്ങനെ പോകാൻ പറ്റിയെന്ന് പറഞ്ഞിട്ട് നെളിഞ്ഞിരുന്നാൽ പറ്റൂല കേട്ടാ. ഇൻഷാ അല്ലാഹ് കുറച്ച് ജാരിയായ സദഖയൊക്കെ പള്ളിയുടെ പണിയൊക്കെ നടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണം. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്തില്ല എന്നല്ല, നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന അത്തായ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തോണം. ഇൻഷാ അല്ലാഹ് പള്ളിയുടെ വാർപ്പൊക്കെ വരുന്ന പിടിച്ചോണം കേട്ടോ. കയറി പിടിച്ചോണം. ഇൻഷാ അല്ലാഹ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ അൽഹംദുലില്ലാഹ് മക്കൾക്ക് വേണ്ടിയൊക്കെ ചെയ്തു. ഇനി അത്തായ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തോണം. പട്ടാൻസാരി എന്നെ പിടിച്ചോണം. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. കുറച്ച് പൈസ കടം കൊടുത്താലും മതി. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. 3 സ്വലാത്ത് സ്വല്ലല്ലാഹു അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു മൂന്നാമത്തെ ചരിത്രം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അല്ലാഹു സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടും സ്വഹാബ, അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടുകയാണ്. ഈ ലോകത്തിന്റെ അധിപനായ, ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ പടച്ച റബ്ബ് നമ്മളെ ഇഷ്ടപ്പെടുകയാണ്. എപ്പോഴാണ് അല്ലാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നത്? അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നതിന് വേണ്ടി പള്ളി കെട്ടിക്കൊടുക്കുമ്പോ മാത്രമല്ല, പള്ളിക്ക് വേണ്ടി സദഖ കൊടുക്കുന്ന സമയത്ത് മാത്രമല്ല, അല്ലാഹുവേ ഹജ്ജിന് പോകുന്ന സമയത്ത് മാത്രമല്ല, ലക്ഷങ്ങൾ പാപങ്ങൾക്ക് സദഖ കൊടുക്കുമ്പോഴും മാത്രമല്ല, നോമ്പ് പഠിക്കുന്ന സമയത്ത് മാത്രമല്ല, പരിശുദ്ധമായ ഖുർആൻ പഠിക്കുകയും ഓതുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സമയത്ത് മാത്രമല്ല, അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഒരടിമയെ കുറിച്ച് പ്രവാചകൻ അവിടുന്ന് പരിചയപ്പെടുത്തുകയാ. അല്ലാഹു സ്നേഹിക്കണോ, അല്ലാഹു ഇഷ്ടപ്പെടണോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന റജുലൻ സാറ അഖാ അഖല്ലഹു ഫീ ഖറിയത്തിൻ ഉഖ്റാ ഫഅസ്തല്ലാഹു ലഹു അലാ മദ്റജതി. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അതാ പടച്ചവനെ, ഒരു മനുഷ്യന് സുഖമില്ലാതെ കിടക്കുന്ന ഒരു രോഗിയെ സന്ദർശിക്കാൻ പോവുകയാണ്. തന്റെ കുടുംബക്കാരനാകട്ടെ കൂട്ടുകാരനാകട്ടെ, അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനാരെന്നറിയുമോ? പായിപ്പാട് നിന്റെ കുടുംബത്തിൽ രോഗം പിടിച്ച് കിടക്കുന്നവർ, ബുദ്ധിമുട്ടിൽ കിടക്കുന്നവർ, പ്രയാസത്തിൽ കിടക്കുന്നവർ, നിന്റെ വാപ്പയുടെ കുടുംബക്കാരുണ്ട്, ഉമ്മയുടെ കുടുംബക്കാരുണ്ട്, വാപ്പാടെ കൂട്ടുകാരുണ്ട്, നിനക്ക് പരിചയമുള്ള പലരുമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യനെ നീ സന്ദർശിക്കാൻ പോയാൽ, ഏതെങ്കിലും ഒരു മനുഷ്യനെ നീ സന്ദർശിക്കാൻ പോയാ, ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോകുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ കടന്നു വന്നിട്ട് ചോദിക്കുന്നു, നീ എവിടെ പോവുകയാണ്? അല്ലാഹുവിന്റെ മലക്ക് മനുഷ്യന്റെ രൂപത്തിൽ കടന്നു വരികയാണ്. തന്റെ കൂട്ടുകാരനെ കാണാൻ പോകുന്ന മനുഷ്യനോട് മലക്കുകൾ ചോദിക്കുന്നു, നീ എവിടെ പോവുകയാണ്? ഞാൻ എൻ്റെ കൂട്ടുകാരനെ കാണാൻ പോവുകയാണ്. എന്തെങ്കിലും നേട്ടമുണ്ടോ? എന്തെങ്കിലും നേട്ടം പ്രതീക്ഷിച്ചിട്ടാണോ? ആ മനുഷ്യൻ അവിടെ പറഞ്ഞു കൊടുത്തു, അല്ലാഹുവിന്റെ തൃപ്തി കരുതിയിട്ട് പോകുകയാ. ആ സമയത്താണ് മലക്ക് പറയുന്നത്, മനുഷ്യ, ഞാൻ അല്ലാഹുവിന്റെ മലക്കാണ്, ഞാൻ അല്ലാഹുവിന്റെ മലക്കാണ്. മനുഷ്യന്റെ രൂപത്തിൽ വന്നതാണ്, മനുഷ്യന്റെ രൂപത്തിൽ വന്നതാണ്. അല്ലാഹു നിന്നെ ഇഷ്ടപ്പെടുന്നു മനുഷ്യ. ഒരു രോഗം പിടിച്ച് കിടക്കുന്ന ഒരു മനുഷ്യനെ സന്ദർശിക്കാൻ പോയാൽ ആ സന്ദർശനത്തിലൂടെ നിനക്ക് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അല്ലാഹു നിന്നെ ഇഷ്ടപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒന്നാമത്തെ പ്രതിഫലം അല്ലാഹുവിന്റെ സ്നേഹം നിനക്ക് ലഭിക്കുകയാണ്. പരസ്പരം സന്ദർശിക്കുന്നതിലൂടെ അല്ലാഹു നിന്റെ പാപം പൊറുക്കുകയാ. നിന്റെ ഓരോ ചുവട്ടടികൾക്കും അല്ലാഹു നന്മ തരികയാണ്. ഓരോ ചുവട്ടടിക്കും നിന്റെ പാപം പൊറുക്കുന്നു, നിനക്ക് നന്മ എഴുതുന്നു, നിനക്ക് പദവി ഉയർത്തുന്നു. അല്ലാഹു നിന്റെ പാപങ്ങൾ മുഴുവനും പദാ പുറത്തു തരികയാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയുമോ? ഇദാ ആദർ റജുലു അഖാ ഖാല അല്ലാഹു ലഹു തിബ്ത വതാബ മംശൂഖാ വതബവഅതു മൻസിലൻ ഫിൽ ജന്ന. ഏതെങ്കിലും ഒരു മനുഷ്യനെ സന്ദർശിക്കാൻ പോയാൽ, അത് കുടുംബക്കാരനാകട്ടെ, രോഗം പിടിച്ച് കിടക്കുന്നവനാകട്ടെ, അല്ലെങ്കിൽ കൂട്ടുകാരനാകട്ടെ, സൗഹാർദ്ദത്തിന്റെ സന്ദർശനമാകട്ടെ, ഏത് സന്ദർശനമാണെങ്കിലും ഒന്ന്, നിന്നെ അല്ലാഹു ഇഷ്ടപ്പെടുന്നുണ്ട്. രണ്ട്, നിന്റെ പാപം പൊറുക്കുന്നു. മൂന്ന്, അല്ലാഹു നിനക്ക് സ്വർഗത്തിലൊരു വീട് തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു സന്ദർശനം നടത്തുന്നതിലൂടെ രോഗം പിടിച്ചു കിടക്കുന്നവനാകട്ടെ, വാപ്പാടെ കുടുംബക്കാർ, ഉമ്മയുടെ കുടുംബക്കാർ, ഉമ്മ മരിച്ചുപോയി, വാപ്പ മരിച്ചുപോയി, അതോടുകൂടി ബന്ധങ്ങളൊക്കെ തീർന്നു. ഇന്നത്തെ തലമുറയ്ക്ക് പരിചയപ്പെടുത്തു കൊടുക്കണം, ഇത് അത്താടെ അനിയന്റെ മോന്റെ മോൻ, പരിചയപ്പെടുത്താം. പലർക്കും ഇന്ന് പരിചയം, സ്വന്തം ബന്ധങ്ങൾ അറിയുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുടുംബത്തിൽ കിടക്കുന്നവർ, കൂടപ്പിറപ്പുകൾ രോഗം പിടിച്ചു കിടന്ന, ഇപ്പൊ പിന്നെ കൊറോണ ആയതുകൊണ്ട് ആ പരിസരത്തോട്ട് തന്നെ പോക്കില്ല. കൊറോണ ആയിക്കഴിഞ്ഞാൽ തന്നെ ഭർത്താവിന് കൊറോണ ആണെങ്കിൽ ഭാര്യ ഓടി രക്ഷപ്പെടുന്നു, പാപ്പായിക്കാണെങ്കിൽ മക്കൾ ഓടി രക്ഷപ്പെടുന്നു. പലരും ഈ അടുത്ത് എവിടെയോ പോയപ്പോൾ ഞാൻ ചോദിച്ചു, എൻ്റെ ഒരു കുടുംബക്കാരൻ, എൻ്റെ ഒരു പരിചയത്തിലെ കുടുംബത്തോട് ഞാൻ ചോദിച്ചു, എൻ്റെ മക്കളൊക്കെ പടച്ചോനെ വരണില്ല മോനെ, വരണില്ല മോനെ, 3-4 കുറെ കാലമായി വരുന്നില്ല. വാപ്പായ്ക്ക് കച്ചവടം കടയൊക്കെ ആയത് കാരണം, കടയിലേക്ക് പോയി കച്ചവടത്തിനൊക്കെ പോകുന്ന കാരണം കൊറോണ അത്തായിക്ക് വരാൻ സാധ്യത കൂടുതലായതുകൊണ്ട് മക്കൾ വരണില്ല അത്തായമ്മയും കാണാൻ, വാപ്പാനെയും ഉമ്മാനെയും കാണാൻ വന്നില്ല. അൽഹംദുലില്ലാ, ഞാനിങ്ങനെ ചിന്തിച്ചു. പിറ്റേ ആഴ്ച പോയപ്പോൾ പറഞ്ഞു അവക്ക് കൊറോണ ആയെന്ന്. ആ വരാത്ത വീട്ടിലിരുന്നവർക്ക് അല്ലേ, വാപ്പാനെയും ഉമ്മാനെയും കാണാൻ വരാത്തത് കാരണം, വാപ്പ കടയിൽ പോകുന്നത് കാരണം കൊറോണ വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് വന്നാൽ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇവള് വർഷങ്ങളായിട്ട് വീട്ടിൽ വരക്കില്ല. പിറ്റേ ആഴ്ച ഞാൻ പോയപ്പോൾ പറഞ്ഞു, ഉസ്താദെ ദുആ ചെയ്യണം, മോനെ സിറാജെ ദുആ ചെയ്യണോടാ, അവക്ക് കൊറോണ ആണെന്ന്. അപ്പോൾ എവിടെ നിന്ന് വന്നു? അതാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞത് സ്വന്തം മാതാപിതാക്കൾ ഒന്ന് തുറന്നിടുപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഇത്തിരി കാറ്റ് കെട്ടിട്ട് കബറാളികൾക്കെങ്കിലും വഴി വെക്കാൻ പറ്റുമോ? തുറന്നിടും ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ, അതൊന്നും കുത്തണ്ട ഇൻഷാ അല്ലാഹ്, തുറന്നിടും ഇൻഷാ അല്ലാഹ്. പള്ളി ഇങ്ങനെ കണ്ടുകൊണ്ടെങ്കിലും പണി കാണുമ്പോഴെങ്കിലും മനസ്സിനൊരു സന്തോഷമാണ്. വാർപ്പിൻ്റെ സമയമായി, കമ്പിയൊക്കെ അടിച്ചു തുടങ്ങി, തട്ടൊക്കെ അടിച്ചു തുടങ്ങി. ഇൻഷാ അല്ലാഹ് എങ്ങനെ വാർക്കുമെന്ന് അല്ലാഹ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ. കുഴപ്പമില്ല മോനെ, മഴയൊക്കെ നല്ലതല്ലേടാ, മഴയൊക്കെ ഇപ്പം നമുക്ക് തടയാൻ പറ്റുമോ? അല്ലാഹ് തരണല്ലേ ഇൻഷാ അല്ലാഹ്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇങ്ങനെ ഇപ്പോൾ പള്ളിയുടെ വാർപ്പിന് എന്തോ അൻസാരി നാസറിനൊക്കെ ഉണ്ടായിരിക്കണം, പള്ളിയുടെ വാർപ്പിനൊക്കെ തട്ടടിച്ചു തുടങ്ങി. പക്ഷെ ഇനി എന്താ വഴി? അല്ലാഹു അഅലം. പടച്ചോനൊരു വഴി തുറന്നു തരും, അതാണ് ആകെ പ്രതീക്ഷ. ഇൻഷാ അല്ലാഹ് ഒരുപാട് പേര് അൽഹംദുലില്ലാ നമ്മുടെ പള്ളിക്ക് വേണ്ടി സംഭാവന നൽകി. ഇപ്പോൾ തന്നെ മംഗലാപുരത്തുള്ള ഒരു കുടുംബം നമ്മുടെ പള്ളിക്ക് വേണ്ടി അൽഹംദുലില്ലാ 1,10,000 രൂപ നമ്മുടെ പള്ളിക്ക് തരാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞു, ഉസ്താദ് ഞങ്ങളുടെ വീട് വരെ ഒന്ന് വരണം, അതാ വെച്ചിരിക്കുന്ന കണ്ടീഷൻ. ഉസ്താദ് ഞങ്ങളുടെ വീട്ടിൽ വന്നൊന്ന് ദുആ ചെയ്യണം. അങ്ങനെ പലരും, അല്ലാതൊന്നും പറ്റത്തില്ല. അപ്പോൾ അവർ കിട്ടിയൊരു അവസരം അൽഹംദുലില്ലാ. അല്ലാഹു അവർക്കൊക്കെ ആഫിയത്തും ദീർഘായുസ്സും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ പിതാവാണെന്ന് തോന്നുന്നു, മരണപ്പെട്ടു പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഒരു ജാരിയായ സദക്ക. 4-5 പെൺമക്കളാണ്. അല്ലാഹു എല്ലാവർക്കും നല്ല ജീവിതം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കളില്ലാത്ത കുട്ടികളുണ്ട്. അല്ലാഹു കരുണക്കടലായ പടച്ചുറബ് ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സ്വാലിഹീങ്ങളായ മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് പേര് നമ്മുടെ പള്ളിക്ക് വേണ്ടി 5,000-ഉം 10,000-ഉം നമ്മുടെ പള്ളിക്ക് വേണ്ടി തന്നവർ, വീണ്ടും വീണ്ടും സ്വർണം വരെ തന്നവർ, 3 പ്രാവശ്യം 5,000-ഉം 10,000-ഉം ഒക്കെ തന്നവർ നമ്മളോട് വീണ്ടും ദുആ വസിയ്യത്ത്. ഉസ്താദേ, ആരുടെ കല്യാണം കഴിഞ്ഞ് ഇനി അടുത്തത് എൻ്റെതാണ്, ഇങ്ങനെ ദുആ ചെയ്യാൻ വേണ്ടി. അൽഹംദുലില്ലാ, നമ്മുടെ മജ്ലിസ് നമുക്ക് ചെറുതായിട്ട് തോന്നുന്നു, പക്ഷെ അള്ളാഹുടെ മുന്നിൽ ഈ മജ്ലിസിന് വലിയ മഹത്വമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഓരോ മനുഷ്യൻ്റെയും അവരവരുടെ ആഗ്രഹങ്ങൾ അൽഹംദുലില്ലാ മജ്ലിസിലെ ദുആ കൊണ്ട് നടക്കുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, രോഗ സന്ദർശനം നടത്തുക, കുടുംബ സന്ദർശനം നടത്തുക, സൗഹാർദ്ദ സന്ദർശനമൊക്കെ നടത്തുക. ഇനിയിപ്പോൾ പായിപ്പാട് പള്ളിയിൽ നിന്ന് എല്ലാവരും സന്ദർശനം നടത്താൻ സമയമായി. ഇത് അടക്കണമെങ്കിൽ പായിപ്പാട് മുഴുവനും ഒന്ന് സന്ദർശനം നടത്തണം, എങ്കിലേ നടക്കത്തുള്ളൂ ഇൻഷാ അല്ലാഹ്. ഷാജി കബിന് ഒന്നും കേൾക്കത്തില്ല, സെക്രട്ടറി കേട്ടോ. പക്ഷെ അത് ഇനി നാട്ടിലിറങ്ങിയിട്ടൊരു സന്ദർശനമുണ്ട്. എല്ലാ വീടുകളിലും പോയി സന്ദർശനം നടത്തിയാൽ മാത്രമേ നമ്മുടെ പള്ളി വാർക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. എൻ്റെ മുഖത്ത് നോക്കിയിട്ട് കാര്യമില്ല ഇൻഷാ അല്ലാഹ്. അള്ളാഹു എല്ലാ ഖൈറിലാക്കുമാറാകട്ടെ. സാരി എണ്ണന് സന്തോഷമില്ല പറയാൻ. അൽഹംദുലില്ലാ, ഒക്കെ നടക്കുമെന്ന് പടച്ച റബ്ബ് ഒരു വഴി കാണിച്ചു തരും ഇൻഷാ അല്ലാഹ്. ഒരു ചരിത്രമുണ്ട്, കേൾക്കുമ്പോൾ മനസ്സിലാവും. അൽഹംദുലില്ലാ. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നൊരു വിഷയം പ്രസംഗിക്കാൻ എടുത്തിട്ട് അങ്ങ് നിർത്തിയ, പള്ളി നിർമ്മാണവും പള്ളി പരിപാലനവും. ഞാൻ ഇന്നൊരു വിഷയം എടുത്തതാണ് പ്രസംഗിക്കാൻ. ഞാനിങ്ങനെ 2 വിഷയം നോക്കി. 1 പള്ളി നിർമ്മാണം, 2 പള്ളി പരിപാലനം. 2 ഇപ്പോഴത്തെ സമയത്ത് ചേർന്നതല്ല.
അതിപ്പോൾ പറയാൻ പറ്റിയൊരു വിഷയമല്ല. ഞാനത് എടുത്തു വെച്ചിട്ട് ഞാൻ പിന്നെ ഇൻഷാ അല്ലാഹ് പിന്നീട് അത് ജുമായ്ക്ക് ഒരു ദിവസം പ്രസംഗിക്കാണ് വിചാരിച്ചു. പള്ളി പരിപാലനവും പള്ളി നിർമ്മാണവും ഇത് നമുക്ക് ഇൻഷാ അല്ലാഹ് ജുമായ്ക്ക് ഒരു ദിവസം പ്രസംഗിക്കണം. അതിന് 40 പേര് കൂടിയാൽ പോരല്ലോ. കൊറോണ കാരണം അതിങ്ങനെ മുടങ്ങി കിടക്കാം. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിന് പറഞ്ഞു കൊടുത്ത ഒരു ചരിത്രം. അൻ അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ قال رجل لا تصدقن بصدقة فخرج بصدقة فوضعها في يد السارق فأصبحوا. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു മനുഷ്യൻ ഒരു ദിവസം ഒരു മനുഷ്യൻ നിയ്യത്ത് ചെയ്തു, ഇന്ന് ഒരു ദാനധർമ്മം ഞാൻ ചെയ്യുമെന്ന് അവിടെ നിന്നിട്ട് തീരുമാനിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ മനുഷ്യൻ തീരുമാനമെടുത്തു, ഞാൻ ഇന്ന് ആർക്കെങ്കിലും സദഖ കൊടുക്കും. അങ്ങനെ വീട്ടിലേക്ക് കടന്നു ചെന്നു. ആ മനുഷ്യൻ ഇങ്ങനെ സദഖയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോൾ ഈ മനുഷ്യന് സദഖയുമായിട്ട് ഇറങ്ങാം. ഇങ്ങോട്ട് നമുക്ക് ഇത് കേൾക്കേണ്ട ഒരു ചരിത്രമാണ്, പഠിക്കണം. നമ്മുടെയൊക്കെ കൊടുപ്പും ഈ കൊടുക്കണ സദഖയും തമ്മിലുള്ള വ്യത്യാസം. ആ മനുഷ്യൻ രാവിലെ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ഞാൻ ഇന്നൊരു സദഖ കൊടുക്കും. അങ്ങനെ രാത്രിയായി സദഖയുടെ എല്ലാം എടുത്തു വെച്ചു. അങ്ങനെ മണ്ണങ്ങന എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. പണ്ടൊരു സദഖയുടെ കഥ പറയുന്നുണ്ട്. ഒരു വാപ്പ സദഖ, പണ്ടൊക്കെ പള്ളികളിൽ ഈ ആൾക്കാർ വന്ന് കിടക്കാറുണ്ട്. പള്ളിയിലൊക്കെ പണ്ടത്തെ കാലഘട്ടങ്ങളിൽ അങ്ങനെ, സഹാബത്തിന്റെ കാലഘട്ടങ്ങളിൽ പള്ളികളിൽ ആൾക്കാർ കിടക്കാറുണ്ട്. അപ്പൊ ഈ ആൾക്കാർ സദഖ കൊണ്ടുവന്നിട്ട് ഇവർ കിടക്കുന്നതിന്റെ തലയുടെ അടിയിൽ വെച്ചിട്ട് പോകും. കാരണം എന്തേ? വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ അറിയരുതെന്നാ, അതിന് പ്രതിഫലം കൂടുതലുണ്ടെന്നാ. അപ്പൊ ഉറങ്ങിക്കിടക്കുന്ന ആൾക്കാരുടെ തലകണയുടെ അടിയിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കിഴി കൊണ്ടുവന്ന്, പൈസയുടെ കിഴി കൊണ്ടുവന്ന് വെച്ചിട്ട് പോകും. പടച്ചോനെ, അപ്പൊ എന്ന് ചരിത്രം പറയുക, ഒരു വാപ്പ മകന്റെ സ്വന്തം വാപ്പ തന്നെ സദഖ കൊണ്ട് വെച്ചത് മകനായിപ്പോയി. അപ്പൊ ചരിത്രം പറയുകയാണ്, അന്നത്തെ കാലഘട്ടങ്ങളിൽ സുബഹിക്ക് രാത്രി കിടന്നിട്ട് രാവിലെ എഴുന്നേക്കുന്ന മനുഷ്യൻ തലയുടെ അടിയിൽ നോക്കും അത്ര ആരെങ്കിലും വെച്ചിട്ടുണ്ടോ എന്ന്. അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. പണ്ടത്തെ കാലത്ത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തലയുടെ ഭാഗത്ത് ആരെങ്കിലും പൈസ കൊണ്ട് വെച്ചിട്ടുണ്ടോ എന്ന് അവര് നോക്കും. ഇപ്പൊ എങ്ങനെയാ നോക്കുന്നതെന്നറിയോ? വെച്ചത് അവിടെ ഇരിപ്പോണ്ടോ എന്ന് നോക്കുക, ആരെങ്കിലും അടിച്ചോണ്ട് പോയത്. ഇന്ന് പള്ളിക്കകത്ത് കിടക്കുന്നവൻ അള്ളാടെ വീടല്ലേ, വെച്ചാൽ സേഫ് ആകുമെന്ന് പറഞ്ഞിട്ട് വല്ല തലകാണി കടി വെച്ചിട്ട് കടന്നിറങ്ങിയ രാവിലെ അത് തപ്പുമ്പോൾ അത് കാണാറില്ല. പള്ളിയുടെ വെളി കിടക്കട്ടെ, ചെരുപ്പ് പോലും കിട്ടാറില്ല. അതാ കാലം മാറിയത്. അള്ളാഹു കാക്കുമാറാകട്ടെ. അപ്പൊ ഈ മനുഷ്യൻ തീരുമാനിച്ചു, ഞാൻ സദഖ കൊടുക്കും. അങ്ങനെ വീട്ടിൽ വന്ന് തയ്യാറെടുപ്പുകളൊക്കെ നടത്തി എല്ലാവരും കിടന്നുറങ്ങി. ഈ സാധു ഇങ്ങനെ പടച്ചവനെ ഒരു കിഴിയുമായിട്ട് താൻ കരുതി വെച്ച സമ്പത്തുമായിട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോകുമ്പോൾ ഒരു മനുഷ്യന്റെ കയ്യിൽ കൊണ്ടു കൊടുത്തു. അല്ലാഹുവേ പടച്ചവനെ, ആരുടെ കയ്യിലാണ് കൊണ്ടു കൊടുത്തത്? ഏറ്റവും വലിയ കള്ളന്റെ കയ്യിലാണ് കൊണ്ടുപോയി കൊടുത്തത്. മോഷണം നടത്തുന്ന ഒരു കള്ളന്റെ കയ്യിലാണ് അദ്ദേഹം കൊണ്ടത് വെച്ചത്. പ്രഭാതമായപ്പോൾ ആളുകളൊക്കെ പറയാൻ തുടങ്ങി, ഇന്നലെ രാത്രി പടച്ചവനെ കൊടുത്ത കൊണ്ടുപോയി കള്ളന്റെ കൈ കൊണ്ട് പൈസ കൊടുത്തിരിക്കുക. എല്ലാവരും ഇങ്ങനെ പറയാൻ തുടങ്ങി. കള്ളന്റെ കയ്യിലാണ് പൈസ കൊണ്ടുപോയി കൊടുത്തത് എന്ന് പറഞ്ഞ് എല്ലാവരും കളിയാക്കുന്നു. ആ മനുഷ്യനല്ല അറിഞ്ഞപ്പോ കള്ളന്റെ കയ്യിലാണ് കൊടുത്തത് എന്നറിഞ്ഞപ്പോ ആ മനുഷ്യൻ പറഞ്ഞു, അൽഹംദുലില്ലാഹ്, ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കുന്നു. ആരോടൊന്നും മിണ്ടിയില്ല, പടച്ച റബ്ബിനെ സ്തുതിക്കുകയാണ്. രണ്ടാമത്തെ ദിവസവും ആ മനുഷ്യൻ ഒരു നിയ്യത്ത് ചെയ്തു, പടച്ചവനെ, ഞാൻ ഇൻഷാ അല്ലാഹ് ഇന്ന് രാത്രിയും ഞാനൊരു സദഖ കൊടുക്കും. അങ്ങനെ തലേ ദിവസത്തെ പോലെ സമ്പത്തൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചു. രാത്രിയായി ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോ ഒരു പെണ്ണിങ്ങനെ റോഡിലൂടെ വഴിയിലൂടെ നടന്നു പോകുന്നു. ആരും കാണാതെ പെട്ടെന്ന് കൊണ്ടുപോയി പെണ്ണിന്റെ കയ്യിലേക്ക് ഒരു സദഖ കൊടുത്തു. എന്നിട്ട് ഓടുകയാണ്. ആരുടെ കയ്യിലാണ് കൊണ്ട് കൊടുത്തത്? ആ നാട്ടിലെ ഏറ്റവും വ്യഭിചാരിയായ ഒരു പെണ്ണിന്റെ കയ്യിൽ, ശരീരം വിറ്റ് ജീവിക്കുന്ന ഒരു പെണ്ണിന്റെ കയ്യിലാണ് ഈ സമ്പാദ്യം കൊണ്ട് കൊടുത്തത്. രാവിലെ ആയപ്പോൾ നാട്ടുകാർ മുഴുവനും അറിഞ്ഞു, കളിയാക്കാൻ തുടങ്ങി. ഈ മനുഷ്യനെ നിറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അൽഹംദുലില്ലാഹ്. അപ്പോഴും അല്ലാഹുവിനെ സ്തുതിച്ചു. അദ്ദേഹം മൂന്നാമത്തെ ദിവസവും തീരുമാനമെടുത്തു, ഇൻഷാ അല്ലാഹ് ഇന്ന് രാത്രി ഞാനൊരു സദഖ കൊടുക്കും. അങ്ങനെ തീരുമാനമെടുത്തു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രാത്രിയായി സമ്പാദ്യവുമായി ഇറങ്ങി. താൻ കരുതി വെച്ച സമ്പാദ്യവുമായിട്ട് ഇറങ്ങി കൊണ്ടുപോയി കൊടുത്തത് ആ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നന്റെ കയ്യിലാണ്. ആ
ആ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരന്റെ കയ്യിലാണ് സമ്പാദ്യം കൊണ്ട് കൊടുത്തത്. പടച്ചവന് രാവിലെയായപ്പോ ചർച്ചയായി സദക്ക കൊണ്ട് കൊടുത്തത് ആ നാട്ടിലെ ഏറ്റവും വലിയ പിശുക്കന്റെ കയ്യിലാണ് കൊണ്ട് കൊടുത്തത്. ഏറ്റവും വലിയ സമ്പത്തുണ്ട്, അവൻ ഏറ്റവും വലിയ പിശുക്കനുവാ, ഇവന്റെ കയ്യിലാണ് കൊണ്ട് കൊടുത്തത് എന്ന് എല്ലാവരും ഇങ്ങനെ പറയുമ്പോഴും ആ മനുഷ്യൻ അപ്പോഴും പറഞ്ഞു അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യനൊരു കുറ്റബോധമുണ്ടായില്ല. ആ മനുഷ്യനപടം അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്, മനുഷ്യനപടംന്ന് പടച്ച റബ്ബിനെ സ്തുതിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം അവിടംന്ന് പറഞ്ഞു തരികയാ. ആ കള്ളനായ മനുഷ്യനപടംന്ന് ചിന്തിച്ചു, അല്ലാ, ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയാണല്ലോ ഞാൻ മോഷ്ടിക്കാൻ പോകുന്നത്, ഞാൻ കള്ളത്തരം കാണിക്കുന്നത് പടച്ചവനെ ഭക്ഷണത്തിന് വേണ്ടിയാണല്ലോ. എന്തിനാ അല്ലാ എന്റെ കയ്യിൽ ഇങ്ങോട്ട് കൊണ്ടു തന്നല്ലോ, ഈ പാവപ്പെട്ടവനായ മോഷണം നടത്തുന്നവനായ എന്റെ കയ്യിലേക്ക് അതാ ഒരു മനുഷ്യനെ സമ്പത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് തന്നല്ലോ, അൽഹംദുലില്ലാ. അപ്പൊ അങ്ങനെ ഒരു റബ്ബുണ്ടല്ലോ, ഇനി എന്തിനാ ഞാൻ മോഷണം നടത്തുന്നത്? പടച്ചവനെ, ആ മനുഷ്യനപടംന്ന് വിശ്വാസിയായി മാറുകയാണ്. ആ പാതിരാത്രി തന്റെ കയ്യിലേക്ക് സമ്പത്ത് കൊണ്ടു കൊടുത്തപ്പോ, ഇതിനു വേണ്ടിയാണ് ഞാൻ വീട് തുറന്നുകൊണ്ട് കയറുന്നത്, അനുവാദമില്ലാതെ പതാ പിടിച്ചു പറിക്കുന്നതിന് വേണ്ടി പോകുന്നത്, ഇത് ശരിയല്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ കള്ളനായ മനുഷ്യന് ആ സദക്ക തന്റെ കയ്യിൽ കൊണ്ടുവന്നു കൊടുത്ത നന്മ കണ്ടിട്ട് ആ മനുഷ്യനതാ പടച്ച റബ്ബേ മോഷണമൊക്കെ നിർത്തുകയാണ്, അവിടുന്ന് നന്നാവുകയാണ്, അവിടുന്ന് നല്ല മനുഷ്യനാവുകയാണ്. ഹറാമുകൾ വലിച്ചെറിഞ്ഞു, ഹറാമുകൾ വലിച്ചെറിഞ്ഞു, ഹലാല് ഭക്ഷിക്കാൻ തുടങ്ങുകയാണ്. മുത്തുനബി പറയുന്ന രണ്ട് വ്യഭിചാരിയായ പെണ്ണ് ചിന്തിക്കുന്നു, അല്ലാ, ശരീരം വിറ്റിട്ട് ജീവിക്കുന്നതെന്തിനാ അല്ലാ? ഞാൻ ജീവിക്കാനല്ലേ ഈ പണി ചെയ്യുന്നത്, എന്റെ കയ്യിലേക്ക് സമ്പത്ത് കൊണ്ടുവച്ചല്ലോ അല്ലാഹുവേ. ആ പടച്ച റബ്ബിന് ഉണ്ടെങ്കിൽ ആൾ എന്തിനാ ഭയപ്പെടുന്നത്? അവിടുന്ന് വൃത്തികെട്ട സ്വഭാവങ്ങൾ മുഴുവനും മാറ്റുകയാണ്, അവിടുന്ന് മോശമായ സ്വഭാവം മാറ്റി ആ പെണ്ണും നന്നാവുകയാണ്. മൂന്നാമത് പടച്ചവനെ ഒരുപാട് സമ്പത്തുള്ള, ഒരുപാട് സമ്പത്ത് പടച്ച റബ്ബ് കൊടുത്ത ഏറ്റവും പിശുക്കനായ മനുഷ്യൻ ചിന്തിക്കുന്നു, അല്ലാ, ഇങ്ങനെയല്ലേ ചെയ്യേണ്ടത്? ഈ നാട്ടിലെ ഏതോ പാവപ്പെട്ടവന് എന്നെ പോലെ സമ്പന്നനല്ല, എന്നെപ്പോലെ സമ്പന്നനല്ല, ഏതോ ഒരു പാവപ്പെട്ടവന് പാതിരാത്രി മുഖം നോക്കാതെ ആളറിയാതെ എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നല്ലോ, ഇത് അല്ലാഹു തന്നതല്ലേ, ഇങ്ങനെയല്ലേ കൊടുക്കേണ്ടത്? അവസാനം ആ ധനികനായ ആ പിശുക്കനായ മനുഷ്യനുണ്ടല്ലോ, തന്റെ സമ്പത്ത് പാവങ്ങൾക്ക് കൊടുക്കാൻ തുടങ്ങുകയാണ്. 3 പേരും അവിടെ നിന്ന് നന്നായി, 3 പേരും അവിടെ നിന്ന് നന്നായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ ഉദ്ദേശത്തിന് അല്ലാഹു പ്രതിഫലം നൽകും, നിന്റെ നീയത്തിന് അല്ലാഹു പ്രതിഫലം നൽകും. അത് നീ ആരുടെ കയ്യിൽ വെച്ച് കൊടുത്താലും, കള്ളന്റെ കയ്യിലാണെങ്കിലും, വ്യഭിചാരിയുടെ കയ്യിലാണെങ്കിലും, ധനികന്റെ കയ്യിലാണെങ്കിലും, നിന്റെ നീയത്തിനനുസരിച്ച് അല്ലാഹു പ്രതിഫലം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ. ഒന്നാമതായിട്ട് നാം മനസ്സിലാക്കേണ്ടത്, ഈ മനുഷ്യൻ സമ്പാദ്യം കൊണ്ട് കൊടുത്തവർ 3 പേരും അർഹരാണോ? 1 ആ നാട്ടിലെ ഏറ്റവും വലിയ കള്ളൻ, 2 ഏറ്റവും വലിയ വ്യഭിചാരി, 3 നല്ല പണവുമുണ്ട്, അത് മാത്രമല്ല ഏറ്റവും വലിയ പിശുക്കൻ. എന്താണ് ഇത് മൂളണ? സലാത്ത് പറ, സല്ലല്ലാഹു അലാ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആ മനുഷ്യൻ സദക്ക കൊടുക്കാൻ തീരുമാനിച്ചു. ആ സദക്ക കൊടുത്തതിന്റെ പ്രതിഫലം ആ അള്ളാഹു ആ മനുഷ്യന് കൊടുത്തെന്ന് നബിയുനാ റസൂലുള്ളാഹി. കള്ളന്റെ കയ്യിൽ കൊടുത്തോ, അതല്ലെങ്കിൽ നീ പണക്കാരന്റെ കയ്യിൽ കൊടുത്തോ, അല്ലെങ്കിൽ വ്യഭിചാരിയുടെ കയ്യിൽ കൊടുത്തോ, നീ കൊടുത്തതിന്റെ പ്രതിഫലം നിനക്കുണ്ട്.
രണ്ടാമതായിട്ട് അവിടെ നിന്ന് പറയുന്നു, സദക്ക രഹസ്യമാക്കണം. അതാ മനസ്സിലാക്കേണ്ടത്. പരസ്യമല്ല, രഹസ്യമായി ചെയ്യുന്നതിന് വല്ലാത്ത പ്രതിഫലമുണ്ട്. അതാ മനസ്സിലാക്കേണ്ടത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ തന്നെ നോക്ക്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ഇൻ തുബ്തു സ്വദഖാതി ഫനിഅമ്മാഹി വഇൻ തുഖഫൂഹാ വതുതൂഹൽ ഫുഖറാ ഫഹുവ ഖൈറുൽ ലക്കും. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുകയാണ്, പരസ്യമായിട്ടുള്ള സദഖയേക്കാൾ പടച്ചവനെ രഹസ്യമായ സദഖയ്ക്ക് വല്ലാത്ത പ്രാധാന്യമുണ്ട്, വലിയ മഹത്വമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് സൂക്ഷ്മതയ്ക്ക് വല്ലാത്ത കാര്യമാണ്. പരസ്യമായി ചെയ്യുന്നതിനേക്കാൾ രഹസ്യമായി ചെയ്യുന്ന സദഖയ്ക്ക് വലിയ പ്രതിഫലമുണ്ടെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പരസ്യമായി രഹസ്യമായിട്ട് മാത്രമല്ല സദഖ ചെയ്യേണ്ടത്, ചില സമയങ്ങളിൽ പരസ്യമായിട്ട് തന്നെ ചെയ്യണം. ചില സമയങ്ങളിൽ പരസ്യമായിട്ട് ചെയ്യണം. ഇപ്പം ഞങ്ങളൊക്കെ വഅലിന് പോകുന്ന സമയം പരസ്യമായിട്ട് വേണ്ടി ചോദിക്കാറുണ്ട്. കാരണം എന്തേ? അവിടെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഒരാൾ കൊടുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരാൾ അൽഹംദുലില്ലാഹ് ഇപ്പം നമ്മൾ ഇത്ര പേരിയ്ക്കുന്നു, ഒരാൾ എഴുന്നേറ്റിട്ട് ഇൻഷാ അല്ലാഹ് എൻ്റെ കയ്യിലുള്ള ഒരു സദക്ക തരാൻ അദ്ദേഹം തീരുമാനിച്ച് എഴുന്നേറ്റ് പറയുമ്പോൾ അത് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളൊരു മനസ്സുണ്ടാകാനൊരു കാരണമാണ്. സ്വാഭാവികമായി അദ്ദേഹം ഒരാളൊരു സദക്ക തരുമ്പോൾ ആ മനുഷ്യന് ദുആ ചെയ്യുമ്പോൾ എനിക്കൂടെ കൊടുക്കണമെന്നുള്ളൊരു മനസ്സ് മറ്റുള്ളവർക്കുണ്ടാകും. അപ്പം അങ്ങനെയുള്ള സമയത്ത് അല്ലാതെ ഞാൻ വീട്ടിൽ വിളിച്ചിട്ട് തരൂ എന്നല്ല, നമ്മളെ കൊണ്ട് കഴിയുന്നത് കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. അപ്പം രഹസ്യമായി ചെയ്യുന്ന സദക്കയ്ക്ക് വലിയ പ്രതിഫലമുണ്ടെന്ന് അല്ലാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പം നാം ഈ ചരിത്രത്തിലൂടെ പഠിക്കേണ്ടത് രണ്ട് ഗുണപാഠമാണ്. ഒന്ന്, നിന്റെ നീയത്ത്, നീ ചെയ്തിരിക്കുന്ന നീയത്തിന് നിനക്ക് പ്രതിഫലമുണ്ട്. രണ്ട്, രഹസ്യമായിട്ടുള്ള സദഖയ്ക്ക് വലിയ പ്രതിഫലമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കുന്നിടത്ത ചരിത്രമേതാ? അല്ലാഹുവിന്റെ റസൂൽ നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തറാ റജുലുൻ മിൻ റജുലിൻ അഖാറ ലഹു ഫവജദ الرجل الذي اشترى العقار في عقاره. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഒരാൾ മറ്റൊരാളിൽ നിന്നൊരു വീട് വാങ്ങുകയാണ്. പടച്ചവനെ, അവിടെ നിന്നതാ ഒരാളുടെ കയ്യിൽ നിന്നൊരു വീടും സ്ഥലവും അവിടെ നിന്ന് വാങ്ങുകയാണ്. അങ്ങനെ കൊടുക്കാനുള്ള പൈസകൾ മുഴുവനും കൊടുത്തു കഴിഞ്ഞു, പ്രമാണമൊക്കെ എഴുതി കഴിഞ്ഞു, കരാറുകൾ മുഴുവനും ചെയ്ത് കഴിഞ്ഞു. അല്ലാഹുവേ, അവസാനം ആ മനുഷ്യന് ആ ഭൂമിയിൽ നിന്നൊരു സ്വർണത്തിന്റെ ഭരണി കിട്ടുകയാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു വീടും വസ്തുവും വാങ്ങി. സ്വാഭാവികമായിട്ട് പെട്ടെന്ന് മനസ്സിലാകാൻ, ഒരാളുടെ കയ്യിൽ നിന്ന് വീടും വസ്തുവും വില കൊടുത്തു വാങ്ങി. അങ്ങനെ വാങ്ങി കുറച്ചു ദിവസം കഴിയുമ്പോൾ ആ സ്ഥലത്ത് നിന്ന് കുറച്ച് സ്വർണം കിട്ടാ. നമ്മളൊക്കെ നിധി കിട്ടാന്ന് പറയും. അപ്പൊ ഇത് കിട്ടിക്കഴിഞ്ഞപ്പോ ഈ മനുഷ്യൻ ചിന്തിക്കുന്നു, പടച്ചോനെ, ഇത് എന്റേതല്ലല്ലോ, ഞാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വീടും സ്ഥലമല്ലേ വാങ്ങി, ഇത് എന്റെ അല്ലല്ലോ. ആ മനുഷ്യന്റെ അടുക്കലേക്ക് പോയി വീട് കൊടുത്ത ആളുടെ വീട്ടിൽ പോയിട്ട് പറയുന്നു, നിന്റെ വീട് സ്ഥലമേ ഞാൻ വാങ്ങിയിട്ടുള്ളൂ, ഈ സ്വർണ്ണം എനിക്കുള്ളതല്ല, നീ എടുത്തോ, ഇത് നിന്റെതാ, ഇത് എനിക്കുള്ളതല്ല. സുബ്ഹാനല്ലാഹ്. ആ മനുഷ്യൻ പറയുന്നു, ഞാൻ നിനക്ക് വീടും പറമ്പും തന്നു, അതിനകത്തുള്ളത് സർവ്വതും നിനക്ക. രണ്ടുപേരും തമ്മിൽ തർക്കിക്കുകയാ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. സുബ്ഹാനല്ലാഹ്. അയൽവാസിയുടെ ഒരേക്കർ വസ്തുണ്ട് ഇവന്റെ വീടിരിക്കുന്ന സ്ഥലമൊക്കെ നോക്കുവാണെങ്കിൽ 50 സെന്റ് അല്ലെങ്കിൽ 25 സെന്റ് ഇവന് സ്ഥലമുണ്ട്. അയൽവാസിക്കുള്ളത് 5 സെന്റ്. അവന്റെ അതിര് തോണ്ടുന്നവനോടാ ഇത് പറയുന്നത്. അല്ലാഹു കാക്കട്ടെ. നിങ്ങൾ ചിന്തിക്ക്, എടാ, ഒരു 1/4 സെന്റ് പോലും ഒരു അല്പം അതിര് കൊടുക്കണില്ല, അതും തോണ്ടും. അവൻ ആകെ ഉള്ളത് 5 സെന്റും വീടും. പടച്ചവനെ നിന്ന് തിരിയാൻ സ്ഥലമില്ല, അവന്റെ അതിര് എന്തിനാപ്പാ? നിങ്ങൾ ഈ പല റോഡിൽ കൂടെ പോണ കണ്ടിട്ടുണ്ടോ?
അവൻ കെട്ടിയിട്ടിരിക്കണത് 25 സെന്റിനകത്ത് 30 സെന്റിന്റെ അകത്ത് കൊട്ടാരം പോലൊരു വീട് വെച്ചിട്ടുണ്ട്. ഇവന്റെ വീടിന്റെ മതിലിരിക്കണമെന്നറിയോ, ചിലപ്പോ ഒരു 10-25 വീട്ടുകാർക്ക് കയറിപ്പോകാനുള്ള വഴിയുടെ തുമ്പിലായിരിക്കും ഇവന്റെ മതിൽ. ഇറക്കിക്കെട്ടായിരുന്നു സ്ഥലമില്ല, കൊണ്ട് വെച്ചിരിക്കുക. 4 ചോയ്ക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പരസ്പരം ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വീടും വസ്തുവും വാങ്ങി. സ്വാഭാവികമായിട്ട് അവൻ്റെതാ. പൈസ കൊടുത്ത് ഷാജിക്കാടെ കയ്യിൽ നിന്ന് 10 സെന്റ് സ്ഥലവും വീടും ഞാൻ വാങ്ങിച്ചത് എന്റേതായി കഴിഞ്ഞു. പിന്നെ അവിടെ നിന്ന് എന്ത് കിട്ടിയാലും എനിക്ക് പോകേണ്ട കാര്യമുണ്ടോ? എനിക്ക് പോകേണ്ട കാര്യമില്ല. ആ മനുഷ്യൻ പോയിട്ട് പറഞ്ഞു, ഇതെന്റെതല്ല, നീ എടുക്ക്. അദ്ദേഹം പറയുന്നു, എന്റേതല്ല, നീ എടുക്ക്. രണ്ടുപേരും തമ്മിൽ തർക്കമായിട്ട് അവസാനം ജഡ്ജിയുടെ മുന്നിൽ പോയെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സുബ്ഹാനല്ലാഹ്. നമ്മളായിരുന്നെങ്കിൽ അപ്പൊ തന്നെ മുക്കിയാനെ. ഒരു ഇൻസാൻ പോലും അറിയത്തില്ല, കെട്ടിയ പെണ്ണുമ്പുള്ള പോലും അറിയത്തില്ല. കൊണ്ടുപോയി ഒളിച്ചു വെക്കാൻ പറ്റുന്നിടത്ത് ഒളിച്ചു വെക്കും. പലരും ഇപ്പൊ വരുന്നുണ്ട്, പലരും വരാറുണ്ട്. നിധി എന്നല്ലേ പറയാ, നിധിയൊക്കെ നോക്കി എടുത്തു കൊടുക്കുന്ന ആൾക്കാർ വരാറുണ്ട്. പണ്ടൊരാൾ പറഞ്ഞു, ഉസ്താദ് നിങ്ങളുടെ പറമ്പിൽ നിധിയുണ്ട്, എൻ്റെ പറമ്പിൽ നിധിയുണ്ടെന്നാ പറഞ്ഞേ, എടുത്തു തരാം. ഞാൻ പറഞ്ഞു, നിധി ഉണ്ടെങ്കിൽ അവിടെ കിടക്കട്ടെ, നല്ലതല്ലേ. എൻ്റെ പ്രിയപ്പെട്ടവർ, എങ്ങനെ എടുത്തു കൊടുക്കുന്നവർ, അതിനകത്തൊക്കെ ചില നിയമങ്ങളുണ്ട്. ഇതൊക്കെ ഒളിച്ചു പാത്ത് ആരെങ്കിലും പറയോ? എവിടെ പറയാൻ അല്ലേ? അല്ലാഹു അഅലം. അങ്ങനെ രണ്ടുപേരും കൂടെ പരസ്പരം എന്റേതാ നിന്റേതാണെന്ന് പറഞ്ഞ് തർക്കം കൂടിയിട്ട് അവസാനം ഭരണാധികാരിയുടെ മുന്നിൽ പോയി. ഭരണാധികാരി ഇത് കേട്ടപ്പോ കണ്ണും തള്ളിയിരിക്കുക, പടച്ചോനെ ഇങ്ങനെയും മനുഷ്യന്മാരുണ്ടോ അല്ലാ. ഇപ്പത്തെ ജഡ്ജിമാര് കണ്ണു തള്ളിയിരിക്കുക, ഇവ മനുഷ്യനാണോ അതോ മൃഗമാണോ? ചിന്തിക്കണം. അങ്ങനെ സ്വന്തം കൂടപ്പുറപ്പിന് പോലും 1 സെന്റ് കൊടുക്കാത്തവൻ, കയറി പോകണ്ടടാ, വണ്ടി കയറി പോകാൻ വഴി ചോദിച്ചാൽ പോലും കൊടുക്കാത്തവൻ. എടാ, എത്ര ഏക്കർ വസ്തുവുള്ളവനാണെങ്കിലും കുടുംബ വസ്തുവിന് അളവ് വെക്കുന്ന സമയത്ത് കാണണം, പടച്ചവനെ, ഏക്കർ കണക്കിനുണ്ടാകും. എന്തിനാ ഇവനെന്നറിയില്ല. അവനും വരും, കുടുംബത്തിന്റെ വസ്തു പകിതം വെക്കുമ്പോ എനിക്ക് വേണം പൈസ വേണമെന്ന് പറഞ്ഞു. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന, ഇമാം ബുഖാരി തങ്ങൾ നിവേദനം ചെയ്ത ഹദീസ്, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്തു. ഇത് വെറുതെ പറഞ്ഞല്ല, ഇമാം ബുഖാരി തങ്ങൾ, ബുഖാരി സഹീഹുൽ ബുഖാരിയിലുള്ള ചരിത്രമാണ്. അവസാനം ഭരണാധികാരിയുടെ മുന്നിൽ പോയി അത്ഭുതമായി, എന്തു മനുഷ്യരല്ല ഇത്. അവസാനം അവിടെ നിന്ന് ചോദിച്ചു, നിങ്ങൾക്ക് മകനുണ്ടോ? മകനുണ്ട്. നിങ്ങൾക്ക് മകളുണ്ടോ? മകളുണ്ട്. എന്നാൽ നിന്റെ മകൾക്ക്, നിന്റെ മകന് നിന്റെ മകളെ കെട്ടിച്ചുകൊട്, എന്നിട്ട് ആ സമ്പാദ്യം അവർക്ക് കൊട്, സദക്കയുടെ കൂലിയുണ്ടെന്ന് വിധിച്ചു എന്ന് നബിയുനാ റസൂലുള്ളാഹി. നിന്റെ മകള് ഇവന്റെ മകന് കെട്ടിച്ചോട്. വീട് വിറ്റവൻ വീട് കൊടുത്തവനും രണ്ടുപേരും നിന്റെ മകന് ഇവന്റെ മകളെ കൊണ്ട് വിവാഹം കഴിച്ചിട്ട് ഈ കിട്ടിയ ഭരണി ഇവർക്ക് രണ്ടുപേർക്കും ചെലവഴിക്ക്, സദക്കയുടെ കൂലിയുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോൾ, എന്നിട്ട് പ്രവാചകൻ പറയുകയാണ്, സത്യസന്ധത തനിക്ക് അർഹതമില്ലാത്തത്. സത്യസന്ധതയുടെ ചരിത്രമാണ് പ്രവാചകൻ അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത്. നമ്മൾക്കില്ലാതെ പോയതും ആ ഒരു ഗുണമാണ്. ആ സത്യസന്ധത എന്ന് പറയുന്ന ഒരു നന്മ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയല്ലോ. പടച്ചവനെ, ആ മനുഷ്യന്റെ സത്യസന്ധതയാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ ഏത് കാലഘട്ടത്തിലാണ് പടച്ചവനെ കൈയിട്ട് വാരാൻ, എവിടെ നിന്ന് വാരാൻ പറ്റുമോ അവിടെ നിന്ന് വാരുന്ന മനുഷ്യരുടെ കാലമാ. അത് പാലത്തിലാണെങ്കിലും പറമ്പിൽ നിൽക്കുന്ന മരത്തിലാണെങ്കിലും പടച്ചവനെ ഓണക്കിറ്റിനകത്താണെങ്കിലും അല്ലെങ്കിൽ റേഷൻ കടയിൽ നിന്ന് കൊടുക്കുന്ന പാവപ്പെട്ടവന് കൊടുക്കുന്ന കിറ്റിന്റെ അകത്താണെങ്കിലും അല്ലെങ്കിൽ വെള്ളപ്പൊക്കത്തിന് നടത്തുന്ന പിരിവിന്റെ പേരിലാണെങ്കിലും എവിടെ നിന്ന് വരാൻ കിട്ടിയാലും പടച്ചവനെ രാഷ്ട്രീയം മറന്നുകൊണ്ട് എവിടെ നിന്ന് വാരാൻ പറ്റുമോ അവിടൊക്കെ നിന്ന് പിച്ചച്ചട്ടിയിൽ നിന്ന് കൈകെട്ട് വാരുന്ന മനുഷ്യരുടെ കാലമാ. പാവപ്പെട്ടവനെ പിടിഞ്ഞു തിന്നുന്ന ഭരണാധികാരികളുടെ കാലത്താണ് എന്റെ പ്രിയപ്പെട്ടവരെ പ്രവാചകനീ ചരിത്രം പറയുന്നത്. എന്നിട്ട് പറയുന്ന സ്വഹാബ, സത്യസന്ധത ജീവിതത്തിൽ മുറുകെ പിടിച്ചോ, അതാ വളഞ്ഞ വഴിയിലൂടെയുള്ള സമ്പാദ്യം വാഴൂല, അതുകൊണ്ട് നേട്ടമില്ല. സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് ഉണ്ടാക്കി കിട്ടുന്ന പണത്തില് ബർക്കത്തുള്ളെന്ന് നബി മുഹമ്മദ് മുസ്തഫ.
സ്വന്തം കൈ കൊണ്ട് അധ്വാനിച്ച് കിട്ടുന്നതിലേ ബറക്കത്ത് ഉണ്ടാകത്തുള്ളൂ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാതെ ഉണ്ടാക്കിയ സ്വന്തം കൈ കൊണ്ട് അധ്വാനിച്ചത്, അതാ പണ്ടൊരു കള്ളം പറഞ്ഞു, ഒരു രാത്രി മുറുക്ക് സ്ഥാനം അറിയോ? ഒരു കഥ വായിച്ചപ്പോൾ ഒരാള് ഒരു കള്ളനോട് ഇങ്ങനെ മോഷണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറയാം, നിനക്ക് വല്ല കഷ്ടപ്പെട്ടുണ്ടാക്കിക്കൂടെടാന്ന് ചോദിച്ചപ്പോൾ കള്ളം പറയാ, നിങ്ങൾക്കറിയോ രാത്രി ഉറക്കം ഒഴിഞ്ഞ് ഒരു വീടിന്റെ ഇരുമ്പ് കമ്പി വളയ്ക്കാന്ന് വെച്ചാൽ എന്ത് കഷ്ടപ്പാടാ. ഓനും കഷ്ടപ്പെട്ടില്ലേ ഉണ്ടാക്കണേ. നമ്മളും കഷ്ടപ്പെട്ട് തന്നെ ഗൾഫിൽ പോയിട്ട് അറബി എത്തിങ്ങാനയിലാക്കിയിട്ട് വരും, അത്ര തന്നെ. മുതലാളി നമ്മൾ ക്യാസറാണെന്ന് പറഞ്ഞിരുത്തും, പഠിച്ചവനെ അവൻ്റെ കച്ചവടത്തിൽ എത്തിങ്ങാനയാക്കി മൊത്തവും കൊണ്ടുപോകും. അവൻ പാവപ്പെട്ടവൻ. അതും ഒരു കഷ്ടപ്പാട്. ഇത് അടിച്ചുമാറ്റലെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമാണോ? ആണോ? എന്താ കഷ്ടപ്പാടാന്നറിയോ? ചിരിക്കണില്ലേ? അന്യവന്റെ പറമ്പിൽ നിന്ന് തേങ്ങ മൂട്ടിച്ചതും മാങ്ങ മൂട്ടിച്ചതൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്ക്. അല്ലാഹു അലം. പടച്ചോ നമുക്ക് നമ്മുടെ ഭക്ഷണവും നമ്മുടെ സമ്പത്തും അല്ലാഹു ഹലാലാക്കി തരുമാറാകട്ടെ. ഹലാലായത് ഭക്ഷിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മുത്തുനബി അവിടെന്ന് പറയുന്നു, നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈനമാ റജുലൻ യംശി ഫീ ഹുല്ലത്തിൻ തുഅജിബുഹു നഫ്സുഹു മുറജ്ജിലൻ ജുമഅതാ ഇദാ ഖസഫല്ലാഹു ബിഹി ഫഹുവ യതജല്ല ഇലാ യൗമിൽ ഖിയാമ. എൻ്റെ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും കേൾക്കേണ്ട ചരിത്രമാണ്, ഞാനും നിങ്ങളും പഠിക്കേണ്ട ചരിത്രമാണ്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, മുത്തുനബി പറഞ്ഞു കൊടുക്കുന്നു, മുമ്പ് കാലത്തൊരാള്, കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യന് തലയിൽ എണ്ണ തേച്ചു മിനുക്കി വസ്ത്രം ധരിച്ച് അഹങ്കാരത്തോടുകൂടി നടക്കുകയായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, ഇന്നത്തെ ജനങ്ങളെ കേൾക്കാനാണ്, ഇന്നത്തെ മനുഷ്യരെ കേൾക്കാനാണ്. പ്രവാചകൻ അവിടെന്ന് പറയുന്ന, തലയിൽ എണ്ണ തേച്ചിട്ട് നല്ല വസ്ത്രം ധരിച്ചിട്ട് ഭൂമിയുടെ മുകളിലൂടെ ആ മനുഷ്യൻ ഇങ്ങനെ അഹങ്കാരത്തോടുകൂടി നടക്കുകയാണ്. ആ സമയം റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അദ്ദേഹത്തെ ഭൂമിയിലേക്ക് താഴ്ത്തുകയാണ്. അഹങ്കാരിയെ പോലെ എണ്ണ തേച്ച് നല്ല വസ്ത്രം ധരിച്ചിട്ട് നെഞ്ചും വിരിച്ചു ഭൂമിയിലൂടെ നടന്നു പോകുമ്പോ ആ മനുഷ്യനെ ഭൂമി വിഴുങ്ങിക്കളഞ്ഞു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ലാ തംശീ ഫിൽ അർളി മർഹാ, ഭൂമിയുടെ മുകളിലൂടെ താഴ്മയുള്ളവരെ പോലെ നടക്കണമെന്നാണ്. അത് നല്ലവരുടെ അടയാളമാണ്. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗനാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടം അല്ലാഹുവിന്റെ അടിമകളെ കുറിച്ച് പരിചയപ്പെടുത്തുകയാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വഇബാദുർ റഹ്മാൻ, അല്ലാഹു ചില അടിമകളെ കുറിച്ച് പരിചയപ്പെടുത്തുന്നു. ആ അടിമകൾ ആരെന്നറിയുമോ? ഭൂമിയുടെ മുകളിലൂടെ വളരെ വിനയത്തോടെ താഴ്മയോടുകൂടി നടക്കുന്നവരാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ നടക്കാതെ അഹങ്കാരിയെ പോലെ ദുനിയാവിന്റെ ഭൂമിയുടെ മുകളിലൂടെ നടന്നു പോയ ഒരു മനുഷ്യനുണ്ടല്ലോ, അവന്റെ തലയിൽ എണ്ണ തേച്ചിട്ടുണ്ട്, അവൻ നല്ല വസ്ത്രം ധരിച്ചിട്ടുണ്ട്. ആ മനുഷ്യനെ ഭൂമി വിഴുങ്ങിക്കളഞ്ഞു എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിക്കുമ്പോ, എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകം പറയുകയാണ്, അല്ലാഹുവിന്റെ ഈ ലോകത്തുള്ള ശിക്ഷ നടപടികളിൽ ഒന്നാണ് ഭൂമിയിൽ ആഴ്ത്തിക്കളയുക. അല്ലാഹുവിന്റെ ശിക്ഷകളിൽ പെട്ടതാണ് ഭൂമി വിഴുങ്ങുക, ഒരു മനുഷ്യനെ ഭൂമി വിഴുങ്ങുക. ഇത് അല്ലാഹുവിന്റെ ശിക്ഷകളിൽ പെട്ടതാണ്. കാരണം അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഫകുല്ലന അഖദിനാ ബിദൻബി
فمنهم من أرسل عليه حاسبا ومنهم അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുന്നു മതിമറന്നുകൊണ്ട് ധിക്കരിച്ചുകൊണ്ട് അഹങ്കാരികളെ പോലെ ധിക്കാരിയെ പോലെ ദുനിയാവിന്റെ ഭൂമിയുടെ മുകളിലൂടെ സർവ്വതും തന്റെ കാൽ കീഴിലാണെന്നുള്ള ചിന്തയുണ്ടല്ലോ. ചിലരൊക്കെ റോഡിലൂടെ നടന്നു പോകുമ്പോ അള്ളാഹുവിന്റെ പള്ളിയിൽ വരുമ്പോഴും ചിലരുടെ നടത്തം കണ്ടു കഴിഞ്ഞാൽ ഈ ലോകത്തിന്റെ അധിപൻ അവനാണെന്നുള്ള ചിന്തയാണ്. അവന്റെ വസ്ത്രവും അവന്റെ നടത്തവും അവന്റെ നെഞ്ചുവിരിപ്പും പടച്ചവനെ ഓരോ കാൽ ചുവടും എടുത്തും നടക്കുന്നത് കണ്ട സർവ്വതും അവന്റെ കാൽ കീഴിലാണെന്നുള്ള ചിന്തയാ. എങ്കിലങ്ങനെ നടക്കുന്ന മനുഷ്യ അള്ളാഹു കൊടുക്കുന്ന ഒരു ശിക്ഷയുണ്ടടാ. അള്ളാഹു കൊടുക്കുന്ന ഒരു ശിക്ഷയാണ്. ഇതുപോലെ നടന്ന ഒരു മനുഷ്യനെയാണ് ഭൂമി അങ്ങ് വിഴുങ്ങിക്കളഞ്ഞത്, ഭൂമിയിൽ അള്ളാഹു താഴ്ത്തിക്കളഞ്ഞത് എന്ന് മഹാനായ പ്രവാചകൻ അവിടെ നിന്ന് പഠിപ്പിക്കുമ്പോ ഇങ്ങനെ നടക്കുന്ന മനുഷ്യ നീ വല്ലാതെ പേടിക്കണം, നീ വല്ലാതെ സൂക്ഷിക്കണം. അഹങ്കാരം അല്ലാഹു ഇഷ്ടപ്പെടുന്നതല്ല. അഹങ്കാരികളെ അല്ലാഹുവിന് ഇഷ്ടമല്ല. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, പണമുണ്ടെന്ന് പറഞ്ഞ് അഹങ്കരിച്ച് നടക്കുന്നവർ ഞാനാണ് ഏറ്റവും വലിയ പണക്കാരൻ, കോടികൾ ആസ്തികരിക്കണ്ടടാ. എടാ ഈ നാട് മുഴുവനും വാങ്ങാറുള്ള പണം എന്റെ കയ്യിലുണ്ടടാ. പായിപ്പാടിലെ ഏറ്റവും വലിയ സമ്പന്നം ഞാനാട്, ഏറ്റവും വലിയ കൊട്ടാരം എന്റെ നാട്, ഏറ്റവും വിലപിടിപ്പുള്ള വാഹനങ്ങൾ എടുക്കുന്നത് എന്റെ വീടിന്റെ മുറ്റത്താട്. ഈ നാട് മുഴുവനും വാങ്ങാൻ എനിക്ക് പണമുണ്ടെന്ന് പറഞ്ഞ് നടക്കുന്ന മനുഷ്യ, അങ്ങനെ നടക്കുന്നവരുണ്ടല്ലോ. പടച്ചവനെ പണത്തിന്റെ പേരിൽ അഹങ്കരിക്കുന്നവർ. ഈ അഹങ്കാരം എന്തിനാടാ? പടച്ചവനെ നാട്ടുകാരെ കാണുന്നതിന് വേണ്ടി ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോ എന്നിട്ട് ഇങ്ങനെ നടക്കുന്നവനെ കുറിച്ച് അല്ല പറഞ്ഞത് എന്തെന്നറിയോ? ഒന്നുമല്ലടാ, ലോകത്തൊരു സമ്പന്നൻ ഉണ്ടായിരുന്നു, അതിനെക്കാളും വലിയ പണക്കാരൻ. അവന്റെ കാൽ ചുവട്ടിൽ കെട്ടാ നിനക്കൊന്നും പണമില്ലടാ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നന്റെ പണം എടുത്തു നോക്ക്. അവനാണെങ്കിൽ അവനാണ് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ ഞാനാണെന്ന്. ഒന്നാം സ്ഥാനത്ത് ഞാനാണെന്ന് പറയുന്ന പണക്കാരനുണ്ടല്ലോ, അവനൊന്നുമല്ല പണക്കാരൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്. അല്ലാഹു പണക്കാരനെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. ഒരു പണക്കാരൻ മൂസാ നബിയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഖാറൂൻ എന്ന് പറയുന്ന ഒരുത്തനുണ്ടായിരുന്നു. അവന്റെയൊക്കെ സമ്പത്തിന്റെ 1/4 പോലും ഈ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരന്റെ കയ്യിലുണ്ടാകില്ല. അങ്ങനെ പണത്തിന്റെ പേരിൽ അഹങ്കരിച്ച് നടന്ന ഒരുത്തര് അല്ലാഹു കൊടുത്ത ശിക്ഷ എന്തെന്നറിയുമോ? ഫഖസഫിനാ ബിഹി വബിദാരിഹിൽ അർള ഫമാ കാന ലഹു മിൻ ഫിഅതി യൻസുറൂർ. മൂസാ നബി അവനെ കാണുമ്പോ പറയുമായിരുന്നു, ഖാറൂനേ, ഈ പണമൊക്കെ നീ ഉണ്ടാക്കിയത് കുറച്ചൊക്കെ പാപങ്ങൾക്ക് കൊടുക്കടാ. നീ പാപങ്ങളെ സഹായിക്ക്, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൊടുക്ക്. ആ സമയത്ത് മൂസാ നബിയോട് ഖാറൂൻ പറഞ്ഞു, മൂസാ, ഇതൊക്കെ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാ, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. മൂസാ നബിക്ക് ഖാറൂനിനെ പരിചയമുണ്ടായിരുന്നു. മൂസാ നബി എപ്പോഴും ഖാറൂനിനോട് പറയും, എടാ ഇത്രയും പണം അല്ലാഹു നിനക്ക് നൽകിയല്ലോ, പാപങ്ങൾക്ക് കൊടുത്തുകൂടെ, യതീമീങ്ങൾക്ക് കൊടുത്തുകൂടെ? പടച്ചവനെ കൊടുക്കാറില്ലല്ലോ. എത്ര കോടി കയ്യിലുണ്ടെങ്കിലും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, യതീമീങ്ങൾക്ക് വേണ്ടി, പള്ളികൾക്ക് വേണ്ടി, മദ്രസകൾക്ക് വേണ്ടി, പാപങ്ങൾക്ക് വേണ്ടി, രോഗികൾക്ക് വേണ്ടി ചോദിച്ചാൽ ഇല്ലെന്ന് പറഞ്ഞ് കൊടുക്കാൻ മനസ്സില്ലാത്ത കോടീശ്വരന്മാരെ, ഞാനാണ് പണക്കാരൻ എന്ന് പറഞ്ഞ് നെളിഞ്ഞ് നടക്കുന്നവര് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഫഖസഫിനാ ബിഹി വബിദാരിഹിൽ അർള. ആ സമ്പന്നനായ ഖാറൂനിനെയും അവന്റെ സർവ്വസമ്പാദ്യത്തിനെയും ഭൂമി വിഴുങ്ങിക്കളഞ്ഞെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെ
കാക്കുമാറാകട്ടെ. പണത്തിന്റെ പേരിൽ അഹങ്കരിക്കുന്നവരുണ്ട്. ഏറ്റവും വലിയ സമ്പാദ്യം എനിക്കുണ്ടെന്ന് പറഞ്ഞ് അഹങ്കരിച്ച് നടക്കുന്നവൻ, ആ കാറൂനിന്റെ പൈസ ഉണ്ടല്ലോ, അവന്റെ ചരിത്രം പറയുന്നത് ആ കാറൂനിന്റെ പൈസ വെച്ചിരിക്കുന്ന ലോക്കറിന്റെ താക്കോല് ചുമക്കാൻ തന്നെ എത്രയോ ഒട്ടകങ്ങൾ വേണമായിരുന്നു എന്നാ. അവന്റെ ലോക്കറിന്റെ താക്കോല് ചുമക്കാൻ തന്നെ എത്രയോ ഒട്ടകങ്ങൾ, 40ഓളം എന്നൊക്കെ പറയുക, 40 എത്രയോ ഒട്ടകങ്ങൾക്ക് ചുമക്കാനുണ്ട് അവന്റെ താക്കോല് മാത്രം. അപ്പോൾ അവന്റെ സമ്പാദ്യം ഇത്ര ആയിരിക്കും. എന്നിട്ടാണ് അവന്റെ രോമത്തിന്റെ വിലയില്ലാത്തവരൊക്കെ ഇന്ന് പണത്തിന്റെ പേരിൽ നെളിഞ്ഞിന്റെ അടക്ക. പണത്തിന്റെ പേരിൽ അഹങ്കരിച്ചാൽ ഈ ഭൂമി വിഴുങ്ങാന്ന് പറഞ്ഞാലേ അതങ്ങനെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പടച്ച അഹങ്കാരം അല്ലേ കിടക്കുന്ന അഹങ്കാരത്തിന്റെ അടയാളം ഒരിക്കൽ പറഞ്ഞായിരുന്നില്ല. എന്താപ്പ അഹങ്കാരത്തിന്റെ അടയാളം ഞാൻ പറഞ്ഞില്ലേ? വെടികൊണ്ടതുപോലെ ഇരിക്കാതെ പറ മനുഷ്യന്മാരെ. അഹങ്കാരത്തിന്റെ ഒരു അടയാളം ഞാൻ പറഞ്ഞില്ലേ? എന്താ? ഓണസദ്യ വെച്ച് നാട്ടുകാർക്ക് കൊടുക്കാല്ലേ? അഹങ്കാരത്തിന് ഒരു അടയാളം പറഞ്ഞില്ലേ? എന്താ പറഞ്ഞെന്ന്? നെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചിടച്ചുകൊണ്ട് നടക്കുക. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. നെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചിടച്ചുകൊണ്ട് നടക്കുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് അഹങ്കാരത്തിന്റെ അടയാളമാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഉറക്കം പറഞ്ഞ നിർത്താറായ ഇതിപ്പം ചായ ഇല്ലേ? ഇപ്പം നാസറിന് ഓരോ ഗ്ലാസ് കൊടുക്കുക പാവങ്ങൾക്ക്. ഉറക്കം വരുന്നു തോന്നുന്നു. മഴയൊക്കെ പെയ്തപ്പോഴത്തേക്ക് 2 ആഴ്ചയായിട്ട് ക്ലാസ് ഇല്ലാത്തത് കാരണമാണ്. മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, നബിയെ, എനിക്കൊരു ഉപദേശം തന്നാലും, എനിക്കൊരു ഉപദേശം നൽകാലോ? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സഹാബിക്ക് കൊടുത്തത് വറഫഅ ഇസാറക ഇലാ നിസ്ഫി സ്വാഖി ഫഇൻ അബ്തൈത. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു, നീ നിന്റെ തുണി ധരിക്കുന്നത് കണംകാലിന്റെ പകുതി വരെ ഉയർത്തിയതായി എന്ന് പറഞ്ഞാൽ നെരിയാണിക്ക് താഴെ വസ്ത്രം ഇട്ടുകൊണ്ട് നടക്കരുതെന്ന. നെരിയാണിക്ക് താഴെ നീ വസ്ത്രം വലിച്ചിടച്ചുകൊണ്ട് നടക്കരുത് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് കൊടുത്ത ഒരു ഉപദേശം, പ്രവാചകൻ അവിടുന്ന് കൊടുത്ത ഒരു ഉപദേശം നെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചിടച്ചുകൊണ്ട് നടക്കരുതെന്ന. അത് അഹങ്കാരത്തിന്റെ അടയാളങ്ങളിലാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എണ്ണി പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ആ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അവിടുന്ന് സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്തു, അഹങ്കാരികളെ പോലെ നിങ്ങൾ ജീവിക്കരുത്, ധിക്കാരികളെ പോലെ അള്ളാഹുവിനെ മതിമറന്നുകൊണ്ട് നിങ്ങൾ നടക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ചരിത്രം ഇവിടുന്ന് കാറൂനിന്റെ ചരിത്രമുണ്ടല്ലോ, ഭൂമിയിലൂടെ നടന്നു പോയപ്പോൾ ഭൂമി വിഴുങ്ങിക്കളഞ്ഞ ഒരു മനുഷ്യന്റെ ചരിത്രം പറഞ്ഞിട്ട് തന്റെ മുന്നിൽ പേടിച്ച് വിറച്ചിരിക്കുന്ന സ്വഹാബത്തിനോട് അള്ളാഹുവിന്റെ റസൂല് പറയുന്ന, സ്വഹാബാ, അഹങ്കരിക്കരുത്, അഹങ്കാരം കാണിക്കരുത്. അഹങ്കാരം കാണിച്ച ദുനിയാവും ആഖിറവും നഷ്ടമാ. ഈ ദുനിയാവും നഷ്ടപ്പെട്ടു പോകും, ഈ ദുനിയാവിൽ നീ പരാജയപ്പെട്ടു പോകും, അതുപോലെ ആഖിറത്തിലും നീ നിന്നനായി പോകും. എന്റെ പ്രിയപ്പെട്ടവരെ, അഹങ്കരിച്ച ഒരുത്തനും ഇന്ന് വരെ രക്ഷപ്പെട്ട ചരിത്രമില്ല. ലോക ചരിത്രത്തിലെ എത്ര വലിയ കൊലകൊമ്പനാകട്ടെ, നിങ്ങൾ ചരിത്രം എടുത്തു നോക്ക്, എത്ര വലിയവനാണെങ്കിലും അല്ലാഹു അവനെ തരം താഴ്ത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, മൻ തകബ്ബറ വല്ലാഹുല്ലാഹ് മൻ തവാല റഫഅഹുല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലല്ലേ പറഞ്ഞത്, ആരാണോ അഹങ്കരിക്കുന്നത് അവൻ എത്ര വലിയ ഉയരങ്ങളിൽ എത്തിയാലും അല്ലാഹു അവനെ താഴ്ത്തിക്കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ.
നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ വാക്ക് കള്ളമാകില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക് ഒരിക്കലും കള്ളമാകില്ല. ആരാണോ മന തകബ്ബറ വലാഹുല്ലാ, ആരല്ലാഹുവേ അഹങ്കരിക്കുന്നുണ്ടോ, എന്റെ പ്രിയപ്പെട്ടവരെ, അഹങ്കരിച്ചവനെ അല്ലാഹു വലിച്ച് താഴെയിടുകയാണ്. ഇന്നത്തെ ഭരണാധികാരികൾ, ഏകാധിപതികള്, എന്റെ കയ്യിലാണ് സർവ്വതുമെന്ന് പറഞ്ഞിട്ട് സ്വതാ അഹങ്കരിക്കുന്ന ഭരണാധികാരികൾ, അവർക്കൊരു പാഠമുണ്ട്, അവർ പഠിക്കേണ്ട ഒരു പാഠമുണ്ട്. അമേരിക്കയുടെ പ്രസിഡന്റായിരുന്ന ട്രംപിന്റെ ചരിത്രമൊന്ന് ചിന്തിച്ച് നോക്ക്. 1400 വർഷങ്ങൾക്ക് മുമ്പിലേക്ക് കടന്നു പോകണ്ട, 1400 വർഷങ്ങൾക്ക് മുമ്പൊന്നും കടന്നു പോകണ്ട. പടച്ചവനെ, ട്രംപ് എന്ന് പറയുന്ന ഭരണാധികാരി സർവ്വതും തന്റെ കാൽ കീഴിലാണെന്ന് പറഞ്ഞ് ജീവിച്ചിരുന്നവന് അവസാനമല്ല, നാണം കെട്ട് സ്വന്തം രാജ്യത്തിന്റെ മുന്നിലല്ല, അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ മുന്നിൽ മാത്രമല്ല, ലോകത്തിന്റെ മുന്നിൽ തലതാട്ടിയിട്ട് നാണം കെട്ടവനെ പോലെ വൈറ്റ് ഹൗസിനകത്ത് നിന്ന് പടിയിറങ്ങി പോകേണ്ട ഗതി വന്നെങ്കിൽ അള്ളയല്ലേ പറഞ്ഞത്, അള്ളയല്ലേ പറഞ്ഞത്, മൻ തകബ്ബറ വല്ലാഹുല്ലാ, അഹങ്കരിക്കുന്നവനെ തകർത്തു കളയുമെന്ന് പടച്ച റബ്ബ് പറയുമ്പോ, ഇന്ന് നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണാധികൾ സർവ്വതും ഞങ്ങളുടെ കയ്യിലാണ്, എന്ത് കാണിച്ചാലും ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് പറഞ്ഞ് പണത്തിന്റെയും അധികാരത്തിന്റെയും ആൾബലത്തിന്റെയും പവർ കാണിക്കുമ്പോ ഇത് മുഴുവനും തകർത്ത് കളയുന്ന ഒരു റബ്ബുണ്ട്. എന്നും എന്നും ഒരുപോലെയാകണമെന്നില്ല. ഒരു ദിവസമല്ല തകരുമല്ലോ, ഒരു ദിവസം സർവ്വതും അല്ലാഹു തകർക്കുമല്ലോ. ഒന്നുമില്ലാതെ നാണം കെട്ടവരെ പോലെ ലോകത്തിന്റെ മുന്നിൽ തലതാഴ്ത്തി യാത്രയായ ട്രംപിനെ പോലെ അഹങ്കാരികൾക്കൊരവസാനമുണ്ട്, അഹങ്കാരികൾക്കൊരവസാനമുണ്ട്, ഏകാധിപതികൾക്കൊരവസാനമുണ്ട്. അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞല്ലോ, മൻ റഫഅ, അവിടെ നിന്ന് പറഞ്ഞല്ലോ, മൻ തവാളഅ റഫഅഹുല്ലാഹ്, ആര് താഴ്മ കാണിക്കുന്നുണ്ടോ, ആര് വിനയം കാണിക്കുന്നുണ്ടോ, അവൻ എത്ര താഴ്ന്നവനാണെങ്കിലും അല്ലാഹു അവനെ ഉയർത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എത്ര താഴ്ന്നവനാകട്ടെ, താഴ്ന്ന ജാതിക്കാരനാകട്ടെ, പണമില്ലാത്തവനാകട്ടെ, എത്ര പാവപ്പെട്ടവനാണെങ്കിലും അവൻ വിനയമുള്ളവനാണോ, അവന് വിനയമുള്ളവനാണോ, അല്ലാഹുവേ, 1400 വർഷങ്ങൾക്ക് മുമ്പും നമുക്ക് കടന്നു പോകണ്ടല്ലോ. ഇന്നും അബ്ദുൽ കലാമിനെ കുറിച്ച് പറയുമ്പോ കൊച്ചുകുട്ടികൾ പോലും എനിക്ക് അബ്ദുൽ കലാമിനെ പോലെയാകണമെന്ന് പറയുന്ന കാലമാ. പടച്ചവനെ, താഴ്മയുടെ ജീവിതം നയിച്ചവനാണ്. ഇതുപോലെയാണ് ചിലർ ജീവിച്ചിരുന്നത്. വളരെ താഴ്മയോടുകൂടി ജീവിച്ചപ്പോ അവര് മരിച്ചു മണ്ണിനോട് അലിഞ്ഞു പോയാൽ അവരെ മനുഷ്യരും മറന്നു പോകുന്നില്ലല്ലോ. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളെ ഓർമ്മപ്പെടുത്തുകയാ. അല്ലാഹുവിന്റെ റസൂൽ ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി പറയുന്നു, വേണ്ട മോനെ, അഹങ്കരിക്കല്ലേ, അഹങ്കാരം കാണിക്കല്ലേ. അഹങ്കാരം കാണിച്ചാ നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടമാ, നിന്റെ ദുനിയാവും ആഖിറവും നിന്യമാ. അല്ലാഹു നിന്നെ നിന്യനാക്കുകയാ, അല്ലാഹു നിന്നെ നാണം കെടുത്തുകയാ. നിനക്കൊരു വിലയും അല്ലാഹു നൽകൂല, അല്ലാഹു നിന്നെ നശിപ്പിച്ചു കളയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ റസൂലുള്ളാഹി പറയുകയാണ്, ഖബർ ശിക്ഷയുണ്ടല്ലോ, അല്ലാഹുവേ, ഖിയാമത്ത് നാൾ വരെ അഹങ്കരിച്ച് നടക്കുന്നവര് ഭൂമി അങ്ങ് വിഴുങ്ങുകയാണ്, ഭൂമി വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമിക്കകത്തവൻ അതുപോലെ തന്നെയാണ്. പടച്ചവനെ, വല്ലാത്ത ശിക്ഷയാ, വല്ലാത്ത ശിക്ഷയാ. പടച്ചവനെ, അവര് ഖബറിന്റെ അകത്ത് ശിക്ഷിച്ചു കൊണ്ടിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അവർക്ക് ദുനിയാവിലും നഷ്ടമാണ്, ഖബറിന്റെ അകത്ത് ശിക്ഷയാണ്, അവർക്ക് രക്ഷയില്ലല്ലോ, അവർക്ക് സമാധാനമില്ലല്ലോ, ഒരു ദിവസവും അല്ലാഹു അവരെ പരിഗണിക്കില്ലല്ലോ. ഖബറിന്റെ അകത്ത് കിടന്ന് പടച്ചവനെ ഖിയാമത്ത് നാൾ വരെ ശിക്ഷയാണ്. പടച്ചവനെ ഖിയാമത്ത് നാൾ സംഭവിച്ചു കഴിഞ്ഞാ പിന്നെ പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് റസൂലുള്ള പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുകയാണ്, അഹങ്കാരം നിനക്ക് നാശമാ. 3 ചില തിന്മകൾ ചെയ്താൽ. മൂന്നാമതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ചില പാപങ്ങൾ ചെയ്താൽ, ഇങ്ങോട്ട് നോക്ക്, ചില പാപങ്ങൾ ചെയ്താൽ അവരുടെ ശിക്ഷ മരണത്തിന് ശേഷം മാത്രമല്ല. നമ്മൾ ചിന്തിക്കാൻ, പടച്ചവനെ നിസ്കരിച്ചില്ലെങ്കിൽ, നോമ്പ് പിടിച്ചില്ലെങ്കിൽ ഇതൊക്കെ പടച്ചവൻ മരണത്തിന് ശേഷമല്ലേ? നമ്മൾ ചില തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ ആ തെറ്റിന്റെ ശിക്ഷ മരണത്തിന് ശേഷമല്ല, അതൊക്കെ മരിച്ചതിന് ശേഷമല്ലേടാ, മരണത്തിന് ശേഷമല്ല. അപ്പൊ നമ്മൾ നേരിട്ടുള്ള അങ്ങനല്ല. ചില തെറ്റുകൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇവിടെ വെച്ച് തന്നെ അല്ലാഹു ശിക്ഷ തരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നബിയുനാ റസൂലുള്ളാഹി ഒന്ന് സ്വലാത്ത് സ്വല്ലല്ലാഹു അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ചില തെറ്റുകൾ ചെയ്താൽ മരണത്തിന് ശേഷം ശിക്ഷയില്ല എന്നല്ല, മരണത്തിന് ശേഷം ശിക്ഷ വേറെ. ഇവിടെ വെച്ച് തന്നെ തുടങ്ങും, ഈ ഭൂമിയിൽ വെച്ച് തന്നെ അല്ലാഹു ചില ശിക്ഷകൾ കൊടുക്കുന്ന തിന്മകളുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതിന് ഏറ്റവും വലിയ തെളിവാണ് അഹങ്കാരത്തോടുകൂടി നടന്നുപോയവനാ ഭൂമി വിഴുങ്ങിക്കളഞ്ഞത്. കാറൂൻ, മൂസാ നബി കാറൂന്റെ അടുത്ത് പറഞ്ഞടാ, അഹങ്കരിക്കല്ല്, ഇത് അല്ല തന്നതാ, ഓടാ മൂസ, ഇത് ഞാൻ ഉണ്ടാക്കിയതാടാ, ഞാൻ കഷ്ടപ്പെട്ടതാ, എന്റെ സമ്പാദ്യവാ, ഞാൻ കൊടുക്കൂല. ഭൂമി വിഴുങ്ങിക്കളഞ്ഞു എന്നുള്ള വിശുദ്ധ ഖുർആൻ. പ്രിയപ്പെട്ടവരെ, ചില പാപങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ കിട്ടും. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു ക്ലാസ്സിൽ ആ തെറ്റുകൾ ഏതാണെന്ന് പഠിക്കണം. ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ കിട്ടുന്ന പാപങ്ങൾ, ദുനിയാവിൽ വെച്ച് തന്നെ ശിക്ഷ കിട്ടുന്ന ചില പാപങ്ങളുണ്ട്. അതേതാണെന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കണം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു ചരിത്രം കൂടെ പറഞ്ഞ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മുത്തുനബി അവിടെന്ന് പറഞ്ഞു തരുന്ന ചരിത്രം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ തന്റെ സ്വഹാബത്തിനോട് പറയുകയാണ്, സഹാബാ, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് ഒരു വലിയ ചരിത്രം പറഞ്ഞു കൊടുക്കുകയാണ്. മഹാനായ നബി സഈദ് അൽ ഖുദരി റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് നിവേദനം ചെയ്യുന്ന ഹദീസാ. അല്ലാഹുവേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മുത്തുനബി അവിടെന്ന് പറയുന്നു, അന്നബിയദാ ഖാല സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ഖാല റജുലാനി ഫീ ബനി ഇസ്രായീൽ മുതാഖിയൈനി ഫകാന അഹദുഹുമാ യുൻദിബു വൽ ആഖിറു മുജ്തഹിദുൻ ഫീ ഇബാദതി فقال لا يزال المجتهد يرى الآخرة. മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ബനൂ ഇസ്രായേൽ ജീവിച്ചിരുന്ന 2 സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ഒരാൾ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവനും മറ്റേ മനുഷ്യൻ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവനുമാണ്. 2 കൂട്ടുകാരുണ്ടായിരുന്നു. ഒരാൾ പടച്ചവനെ മറന്നുകൊണ്ട് ജീവിക്കുന്നവൻ, ഒരാൾ അല്ലാഹുവിനെ നന്ദി കാണിച്ചുകൊണ്ട് റബ്ബിനെ ഭയന്ന് ജീവിക്കുന്നവൻ.
ഇങ്ങനെയുള്ള രണ്ട് മനുഷ്യരുടെ ചരിത്രമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പടച്ച റബ്ബേ, ഒരു ദിവസം ആ മനുഷ്യൻ ഇങ്ങനെ പാപം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സുഹൃത്ത് കണ്ടപ്പോൾ മറ്റാളോട് പറഞ്ഞു, നീ ഇത് അവസാനിപ്പിക്കണം, ഈ പാപം നീ ചെയ്യാൻ പാടില്ല, ധിക്കരിച്ചുകൊണ്ട് നടക്കാൻ പാടില്ല, അല്ലാഹുവിനെ മറന്നുകൊണ്ട് നടക്കാൻ പാടില്ല. പടച്ചവരെ, തന്റെ കൂട്ടുകാരൻ തെറ്റ് ചെയ്യുന്നത് കാണുമ്പോ അവിടെ ഉപദേശിക്കുമായിരുന്നു. പക്ഷേ കൂട്ടുകാരൻ ഉൾക്കൊള്ളാൻ തയ്യാറല്ല. എത്ര പറഞ്ഞാലും അവിടെ നന്നാകാറില്ല. പടച്ചവൻ അവസാനം അല്ലാഹുവേ, കാണുമ്പോഴൊക്കെ പാപങ്ങൾ ചെയ്യുന്നത് കാണുമ്പോ ഉപദേശിക്കുകയാണ്, നന്നാകുന്നില്ല. അവസാനം ഒരിക്കൽ ഇങ്ങനെ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ അവിടെ ഉപദേശിക്കുകയാണ്, നീ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്ക്, നീ അല്ലാഹുവിനെ മറക്കല്ലേ. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടല്ലോ, അല്ലാഹുവിനോട് സർവ്വദിനം കണക്ക് പറയണമല്ലോ. ആ സമയത്ത് ആ മനുഷ്യൻ പറയുകയാ, ആ മനുഷ്യൻ പറയുന്നു, എടാ, നിന്നെ അല്ലാഹു എന്നെ നന്നാക്കാൻ വേണ്ടി സൃഷ്ടിച്ചതുപോലെയാണല്ലോ. എപ്പോ നോക്കിയാലും ഉപദേശമാണല്ലോ, എപ്പോ നോക്കിയാലും ഉപദേശമാണല്ലോ. നിനക്ക് വേറെ ഒരു പണിയുമില്ലേ, എപ്പോ നോക്കിയാലും എന്നെ ഉപദേശിക്കാൻ നടക്കുകയാണല്ലോ. അവിടെ നിന്ന് കളിയാക്കുകയാ, അവിടെ നിന്ന് നാണം കെടുത്തുകയാ. പടച്ചവനെ, ആ മനുഷ്യന്റെ മനസ്സ് വല്ലാതെ വേദനിക്കുകയാണ്. അല്ലാഹുവിനെ ഭയന്ന് നടക്കുന്ന മനുഷ്യന് വല്ലാത്ത വേദനയുണ്ടായി. ആ മനുഷ്യൻ അവിടെ നിന്ന് ആ വിഷമത്തില് അവിടെ നിന്ന് പറഞ്ഞു, അല്ലാഹു നിനക്കൊരിക്കലും പുറത്തു തരൂല, നീ നരകത്തിന്റെ അവകാശിയാ. അല്ലാഹുവേ, അവിടെ നിന്ന് ഒരു വാക്കേ പറഞ്ഞുള്ളൂ. മുത്തുനബി പറഞ്ഞതാണ്, ഞാനും നിങ്ങളും പറയുന്ന വാക്കുകളാണ്. ഉപദേശിച്ചിട്ട് നന്നാകാതെ വരുമ്പോ, മക്കളെ പറഞ്ഞിട്ട് അനുസരിക്കാതെ വരുമ്പോ ഒരിക്കലും നീ നന്നാകില്ലടാ എന്ന് പറഞ്ഞ് മക്കളെ ശപിക്കുന്ന മാതാപിതാക്കള്, മക്കളെ തള്ളിപ്പറയുന്ന മാതാപിതാക്കള്. ഈ മനുഷ്യൻ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവനാ. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന മനുഷ്യന് ആ വൃത്തികെട്ടവനോട് പറയുകയാണ്, തെറ്റ് ചെയ്യുന്നത് കണ്ടപ്പോ, ഉപദേശിച്ചിട്ട് നന്നാകാതെ വന്നപ്പോ, ഉപദേശിച്ചപ്പോ കളിയാക്കിയതിന്റെ ദേശത്തിൽ അവിടെ നിന്ന് പറഞ്ഞു, നീ ഒരിക്കലും നന്നാകൂല, അല്ലാഹു നിനക്ക് പുറത്തു തരൂല, അല്ലാഹു നിനക്ക് സ്വർഗം തരൂല. പടച്ചവനെ അവിടെ നിന്ന് പറയുകയാണ്, മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നാളെ പടച്ചറപ്പിന്റെ പരലോകത്തില് ഇവര് രണ്ടുപേരും കടന്നു വരികയാണ്. അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ച മനുഷ്യനുണ്ടല്ലോ, അല്ലാഹുവിനെ ധിക്കരിച്ച് നടന്ന മനുഷ്യനുണ്ടല്ലോ, രണ്ടുപേരും അല്ലാഹുവിന്റെ മുന്നിലേക്ക് കടന്നു വരികയാ. രണ്ട് കൂട്ടുകാരും അല്ലാഹുവിന്റെ മുന്നിലേക്ക് കടന്നു വന്നപ്പോ, ആ വൃത്തികെട്ടവനായ മനുഷ്യനുണ്ടല്ലോ, ആ തെറ്റ് ചെയ്ത് ജീവിച്ച മനുഷ്യനുണ്ടല്ലോ, അവനോട് അല്ലാഹു പറയുകയാ, നീ സ്വർഗത്തിലേക്ക് കടന്നു പൊക്കോ, നീ സ്വർഗത്തിലേക്ക് കടന്നു പൊക്കോ. മോശമായ ജീവിതം നയിച്ചവനോട് പറയുന്നു, നീ എന്റെ ഔദാര്യം കൊണ്ട് സ്വർഗത്തിൽ പൊക്കോ. എങ്കിൽ അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ചവനോട് അല്ലാഹു ചോദിക്കുകയാ, ഞാൻ പുറത്തു കൊടുക്കില്ല എന്ന് നിനക്കാരാടാ അധികാരം തന്നത്? ഞാൻ പൊറുക്കത്തില്ലെന്ന് പറയാ നിനക്കാരാധികാരം തന്നത്? ഞാൻ സ്വർഗം കൊടുക്കില്ല എന്ന് പറയാ നിനക്കാരാധികാരം തന്നത്? അതുകൊണ്ട് ഇവനെ നരകത്തിലേക്ക് വലിച്ചെറിയ് എന്ന് അല്ലാഹു മലക്കുകളോട് പറയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മളെയൊക്കെ കാക്കുമാറാകട്ടെ. നല്ലപോലെ ആമീൻ പറ. അല്ലാഹു കാക്കുമാറാകട്ടെ. എടാ, തൻ്റെ കൂട്ടുകാരൻ കള്ളു കുടിച്ചുകൊണ്ട് നടക്കുന്നു, അല്ലെങ്കിൽ വ്യഭിചരിച്ചുകൊണ്ട് നടക്കുന്നു, എപ്പോഴും ഉപദേശിക്കും, എടാ ഇതൊക്കെ ഒന്ന് നിർത്ത്, ഇതൊന്ന് നിർത്തടാ, നന്നാകടാ, നിസ്കരിക്കടാ, നന്മ ചെയ്യടാ. അപ്പം ചോദിക്കുക, എടാ സിറാജ്, നീ എന്തിനാടാ എന്നെ നന്നാക്കാൻ നടക്കണേ? നിന്നെ അല്ല പടച്ചിരിക്കണത് തന്നെ എന്നെ നന്നാക്കാൻ വേണ്ടിയാ?
നിനക്ക് വേറെ ഒരു ജോലിയില്ല, കളിയാക്ക. അപ്പൊ പിന്നെയും ഇവൻ പാപം ചെയ്യുന്നത് കാണുമ്പോ ഇങ്ങനെ ഉപദേശിക്കുമ്പോ ഇവൻ കളിയാക്കുന്ന ഈ മനുഷ്യൻ പറഞ്ഞു, ഒരിക്കലും നിനക്ക് അല്ലാഹ് പുറത്തു തരൂല, നിനക്ക് സ്വർഗവും തരൂല. പറയാൻ പാടുണ്ടോ? ഇയാളെന്താ പറഞ്ഞ? അല്ലാഹ് നിനക്ക് പുറത്തു തരൂല, അല്ലാഹ് നിനക്ക് നരകവേ തരത്തുള്ളടാ എന്ന് പറഞ്ഞ ദേഷ്യത്തിലങ്ങ് പറഞ്ഞുപോയി. അള്ളാടെ മുന്നിൽ ചെന്നപ്പോ അല്ലാഹ് കള്ളുകൂടിയോട് പറഞ്ഞു, നീ കയറിപ്പോ സ്വർഗത്തിൽ, നീ പോടാ നരകത്തി. എന്തേ അല്ലാഹ്? എടാ ഞാൻ പൊറുക്കൂല എന്ന് പറയാൻ നിനക്ക് ആരധികാരം തന്നു? നിനക്കാരാ അധികാരം തന്നത്? പച്ച കാഫർ എന്ന് വിളിക്കുമല്ലോ മുസ്ലിമീങ്ങളെ, വിളിക്കാൻ പാടുണ്ടോ? ഇങ്ങോട്ട് നോക്ക്, വിളിക്കാൻ പാടുണ്ടോ? ആർക്കാ? ഒരാളെയും കാഫർ വിളി, അവരൊറ്റ വിളിയാ. അങ്ങനെ ഇതാ കാഫർ, ഇങ്ങനെ ഇതാ കാഫർ എന്ന് വിളിക്കാൻ പാടില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഒരു മൃഗത്തിന്റെ പേര് വിളിക്കാൻ പാടില്ല മനുഷ്യന്. ഏത് മൃഗത്തിന്റെയാ? തഴവാസ്ഥാന്റെ ബൈത്തി കിടപ്പുണ്ട്. എങ്ങനെ? ഒരു മൃഗത്തിന്റെ പേര് വിളിക്കത്തില്ല നമ്മള്. സ്വന്തം മക്കളെ തന്നെ വിളിക്കും പന്നീന്ന്. സ്വന്തം മക്കളെ തന്നെ വിളിക്കാറില്ലേ? എന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണേ? ഞങ്ങൾ വേറെ അവസ്ഥ വിളിക്കണേ, അതല്ല. നമ്മൾ പന്നീന്ന് വിളിക്കാറില്ല, വേറെ വാക്കാ വിളിക്കുക. അല്ലാഹു അഅലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഈ ചരിത്രം പഠിപ്പിച്ചു തന്നിട്ട്, ഈ ചരിത്രം പറഞ്ഞു തന്നിട്ട് മഹാനായ നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബത്തിനോട് പറയുന്നു, അള്ളാഹുവിന് മാത്രം അറിയുന്ന കാര്യങ്ങളിൽ നീ അഭിപ്രായം പറയരുതെന്ന് നബിയനാ റസൂലുള്ളാഹി. എന്ത് ചെയ്യാൻ പാടില്ല? അള്ളാഹുവിനെ ഓവർടേക്ക് ചെയ്യരുത്. ചില കാര്യങ്ങൾ അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ. അപ്പൊ അള്ളാഹുവിനറിയുന്ന കാര്യത്തിൽ നീ എന്ത് ചെയ്യാൻ പാടില്ല? അഭിപ്രായം പറയരുത്. അഭിപ്രായം പറയുന്നത് മഹാപാപം. അത് വലിയ പാപമാണ്. നിന്റെ ജീവിതത്തിൽ ചെയ്ത സർവ്വ സൽക്കർമ്മങ്ങളെയും തകർത്ത് കളയത്. ഒരാളെ കാഫിർ എന്ന് വിളിക്കുമ്പോ ഒരു മുസ്ലിമിനെ നോക്കിയിട്ട് കാഫിർ എന്ന് പറയാനുണ്ടല്ലോ. അങ്ങനെയുള്ള വാക്കുകൾ പറയുന്നതിലൂടെ നിന്റെ സർവ്വ സൽക്കർമ്മങ്ങളും തകർന്നു പോകും, നിന്റെ സർവ്വ നന്മകളും തകർന്നു പോകും. അത് മാത്രമല്ല, നിന്നെ നരകത്തിലെത്തിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഇന്നൽ അബ്ദ ലയതകല്ലമു ബികലിമത്തിൻ മാ യതബയ്യനു ഫീഹാ യസില്ലു ഫീഹാ ഫിന്നാർ അബ്അദ മിമ്മാ ബൈനൽ മശ്രിഖി. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നതാണ്, മുന്നാലോചനയില്ലാതെ ഒരു വർത്തമാനം ഒരാൾ പറഞ്ഞാൽ ചക്രവാളത്തെക്കാൾ അഗാധമായ നരകക്കുണ്ടിലേക്ക് അവന് പതിച്ചു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി തങ്ങൾ പറയാ, ഒരു ബോധവും ഇല്ലാതെ വിളിച്ചു പറയത്തില്ലേ ചിലത്. ചില ബോധമില്ലാതെ, ആലോചനയില്ലാതെ, ചിന്തിക്കാതെ നീ പറയുന്ന ഒരു വർത്തമാനം കാരണം ചക്രവാളങ്ങളെക്കാൾ, അല്ലാഹുവേ, മുശ്രിക്കിന്റെയും മഗ്രിബിന്റെയും ഇതിനേക്കാളും വലിയ നരകക്കുണ്ടിലേക്ക് നിന്നെ അല്ലാഹ് താഴ്ത്തിക്കളയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. രണ്ട്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മോശമായ കാര്യങ്ങൾ, ചീത്തയായ കാര്യങ്ങൾ, അതിൻ്റെ പര്യവസാനം എപ്പോഴും പേടിക്കണം. പഠിക്കേണ്ട വലിയൊരു ഗുണപാഠമാണ്. ഈ മോശമായ സ്വഭാവം, വൃത്തികെട്ട സ്വഭാവം, മോശമായ വളരെ നീചമായ സ്വഭാവമുള്ളവൻ സൂക്ഷിക്കണം നിന്റെ അവസാനം. അള്ളാഹു കാക്കുമാറാകട്ടെ. ഉറക്കപ്പർ അല്ലാഹു കാക്കുമാറാകട്ടെ. ഈ കള്ളുകുടിയും വ്യഭിചാരവും പലിശ തീറ്റിയും കൊന്നാലും പള്ളി കയറൂല എന്ന് പറഞ്ഞ് നടക്കണ ചിലതൊക്കെ ഇല്ലേ? അവസാനം എങ്ങനെ ചാത്തേ? ഇങ്ങനെയൊക്കെ നടക്കുന്നവൻ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങാതെ അങ്ങനെ നടക്കുന്നവന്റെ അവസാനം സൂക്ഷിച്ചു കൊള്ളണം. അള്ളാഹു കാക്കുമാറാകട്ടെ. ചരിത്രം പറഞ്ഞ് പേടിപ്പിക്കണില്ല, സമയമില്ലാത്തതുകൊണ്ട്. ചരിത്രം പറഞ്ഞ് പേടിപ്പിക്കാതെ ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പറയും, എൻ്റെ പൊന്നാര സിറാജ് ഉസ്താദെ,
അവൻ്റെ അവസാനം ഇങ്ങനെ ആയിരുന്നു, ഞാൻ സാക്ഷിയാ, ഞാൻ ചരിത്രം പറഞ്ഞാൽ നിങ്ങൾ തന്നെ പറയും. അതുകൊണ്ട് മരിച്ചവന്റെ ഇറച്ചി തിന്നാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറയണില്ല. അള്ളാഹു കാക്കട്ടെ. അവരെ വെറുതെ വിട്ടേക്കാം. മരിച്ചവരെ കുറിച്ച് നല്ലതല്ലാതെ ഒന്നും പറയാൻ പാടില്ല. മരിച്ചവരെ കുറിച്ച് എന്തേ പറയാൻ പാടുള്ളൂ? നല്ലതേ പറയും. എത്ര കൊള്ളാത്തവനാണെങ്കിലും മരിച്ചവരെ കുറിച്ച് നല്ലതേ പറയാവൂ. അള്ളാഹു എല്ലാവർക്കും പുറത്തു കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, രണ്ട് ചീത്തയായ പ്രവർത്തനങ്ങൾ നടത്തുന്നവന്റെ അവസാനം മോശമാണ്. അള്ളാഹു കാക്കുമാറാകട്ടെ. മോശമെന്നല്ല പറഞ്ഞത്, ഭയപ്പെടണം, നീ പേടിക്കണം. ഈ സ്ഥിരമായി കള്ളു കുടിച്ചടക്കുന്നവൻ, സ്ഥിരമായി വ്യഭിചരിക്കുന്നവൻ, പലിശയുമായി ബന്ധപ്പെടുന്നവൻ, നിസ്കരിക്കാത്തവൻ, അവനൊക്കെ പേടിക്കണം, ഇവന്റെ അവസാനം എങ്ങനാകുമെന്ന്. അള്ളാഹു കാക്കുമാറാകട്ടെ. 3, ശിർക്കല്ലാതെ എല്ലാ പാവം അല്ലാഹു പൊറുക്കും. അള്ളാനെ മറന്ന് നടക്കുന്ന ഈ വൃത്തികെട്ടവന് അള്ളാഹ് സ്വർഗം കൊടുത്തോ? എന്ത് നന്മ ചെയ്തിട്ടാ കൊടുത്തേ? അതാ മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ശിർക്കല്ലാത്ത പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കും. അതുകൊണ്ടാണ് കുറ്റം ചെയ്തവന് മാപ്പ് ലഭിക്കുന്നത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ശിർക്ക് അല്ലാഹു പൊറുക്കോ? ഒന്നുകൂടെ, ശിർക്ക് അല്ലാഹു പൊറുക്കോ? അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നുണ്ട്, അവൻ ഉദ്ദേശിച്ചവർക്ക് അതും പുറത്തു കൊടുക്കും. അല്ലാഹ് ശിർക്ക് അല്ലാഹു പൊറുക്കൂല, എന്നാൽ അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് അല്ലാഹു അതും പുറത്തു കൊടുക്കുന്ന. അതാണ് അള്ളാന്റെ കരുണ. ശിർക്കല്ലാതെ എല്ലാ പാവം അല്ലാഹു പൊറുക്കും. റസൂലുള്ളാഹി തങ്ങൾ പറയുന്ന ഹദീസുണ്ട്, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് ശിർക്കും അല്ലാഹു പുറത്തു കൊടുക്കും. അതുകൊണ്ടാ സഹോദര, അല്ലാഹ് അത്രയും കരുണയുള്ളവനാ. അതുകൊണ്ടാണ് ഫിർഔന് വെള്ളത്തിന്റെ അകത്ത് മുങ്ങിച്ചാവാൻ പോകുമ്പോ മൂസാ നബിയോട് വിളിച്ചു പറയാൻ പോയി, അപ്പോഴാ വായിക്കകത്ത് ചെളി വാരിയിട്ടത്. എന്തുകൊണ്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാം ചെളി വാരിയിട്ട് ഫിർഔനിന്റെ വായിക്കകത്തിട്ടത്? ഇവൻ എങ്ങാണം മൂസ നിന്റെ റബ്ബാണ് ഞാൻ വിശ്വസിക്കുന്നെങ്ങാണം പറഞ്ഞു പോയാ അള്ളാഹ് ഇവന് സ്വർഗം കൊടുത്തല്ലേ. കാരണം അള്ളാഹ് അത്രയ്ക്ക് കാരുണ്യവാനാ. പറയണ്ടെന്ന് പറഞ്ഞ് മണ്ണ് വാരിയിട്ടു എന്ന് ചരിത്രങ്ങൾ പഠിപ്പിക്കണത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം മനസ്സിലാക്കേണ്ടത്, ശിർക്കല്ലാതെ എല്ലാ പാവവും അള്ളാഹു പൊറുക്കും. ഒരു പേടിയും വേണ്ട. തൗബ ചെയ്യ്. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് ദുആ വസിയ്യത്ത് കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ കിടക്കുന്ന ദുആ വസിയ്യത്തുകൾ ഒരുപാടുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാം. നാളെ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇത്തിരി നേരത്തെ തുടങ്ങണം. നാളെ ഇത്തിരി നേരത്തെ തുടങ്ങാനുള്ള കാരണം, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പുതുവത്സര ദിനം കടന്നു വരികയാണ്. ദുൽഹജ്ജ് തീരുകയാ. നാളെ ഇനി 2 ദിവസമേ ബാക്കിയുള്ളൂ. 27, നാളെ 28, 29 മുഹറം നമ്മളിലേക്ക് കടന്നു വരുന്നു. കലണ്ടറിൽ നിന്ന് 1 വർഷം കഴിഞ്ഞു. ആയുസിൽ നിന്ന് 1 കൊല്ലം കഴിഞ്ഞു. മരണത്തിലേക്ക് 1 കൊല്ലം നമ്മൾ അടുക്കുകയാ. അതുകൊണ്ട് ഡിസംബർ 31 ന്യൂ ഇയർ ആഘോഷിക്കേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മുഹറം 1 നമുക്ക് 1ാമത്തെ ദിവസം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നാളെ ഹിജ്റയുമായി ബന്ധപ്പെട്ട വിഷയം, നമുക്ക് എങ്ങനെയാണ് കലണ്ടർ മാറി മറിയുമ്പോൾ ജീവിതത്തിൽ എന്താണ് നമുക്ക് നേടാൻ കഴിഞ്ഞത്, നമുക്കൊന്ന് വിലയിരുത്തണം. നാളെ പഠിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഈ ഒരു ചരിത്രം, അള്ളാഹു ഒരാൾക്ക് കുറച്ചു പണം എത്തിച്ചു കൊടുത്ത ഒരു ചരിത്രം മുത്തുനബി പഠിപ്പിക്കുകയാണ്. ആര് പണം എത്തിച്ചു കൊടുത്തു? അള്ളാഹു ഒരു മനുഷ്യന് സമ്പത്ത് എത്തിച്ചു കൊടുത്ത, പണം എത്തിച്ചു കൊടുത്ത ഒരു ചരിത്രമാണ് മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത്. ഇൻഷാ അല്ലാഹ് ആ ചരിത്രം കൂടെ നമുക്ക് പറഞ്ഞിട്ട് വേണം ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ ഇവിടെ നിന്ന് ദുആ ചെയ്ത് പിരിയേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.